ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനേ നമ്മളുടെ ഈ മെഡിക്കൽ ടെർമിനോളജിയിൽ പ്രിഫിക്സും സഫിക്സും ഒക്കെ വരുന്ന 2 ലിങ്ക് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലാസ് റൂമിലൂടെ ഷെയർ ചെയ്യും. ആ ലിങ്ക് ആണെങ്കിൽ എളുപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെ പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ്, അതിന്റെ മീനിങ്, അതിന്റെ എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ നോട്ട്സിനെ പോലെയല്ല. അപ്പൊ അത് ഞാൻ ഷെയർ ചെയ്യാം. അത് നല്ല തറവാക്കി വെക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഡേറ്റാബേസ് ആയിരിക്കും ഇനി സ്റ്റഡി ചെയ്യുവാണെങ്കിലും അതുപോലെ തന്നെ വർക്ക് ചെയ്യുവാണെങ്കിലും. കാരണം അത് അപ്ഡേറ്റഡ് ആണ്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ്. അപ്പൊ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് അതായിരിക്കും. ഇതെന്തായാലും നമുക്കൊന്ന് ഗോത്രൂ ചെയ്യാം മാക്സിമം. കാരണം ഇതിൽ നിന്ന് കിട്ടാത്തതൊക്കെ ഞാൻ കുറെ നോക്കി, പലയിടത്തും എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിലുള്ളത് നമുക്ക് പറ്റുന്നതെല്ലാം നമുക്കൊന്ന് ഫെമിലറൈസ് ചെയ്ത് പോവാം. മറ്റേ 2 ലിങ്ക് ഓപ്പൺ ചെയ്ത് അത് കംപ്ലീറ്റ് നോട്ടിലേക്ക് എഴുതുവാണെങ്കിൽ നന്നായിരിക്കും. എക്സാമിന്റെ കാര്യത്തെ കുറിച്ചൊട്ട് ബോധർ ചെയ്യണ്ട. എക്സാമിന് അങ്ങനെ ഭയങ്കര കട്ടിയായിട്ടൊന്നും ഇതിനകത്ത് ചോദിക്കുന്നില്ല. ഫസ്റ്റ് ബാച്ചിന് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു എടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് എടുത്തിട്ടുള്ളൂ. 2 ക്വസ്റ്റ്യൻ. ജസ്റ്റ് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയാം. ഓക്കെ, നമ്മള് മെഡിക്കൽ ടെർമിനോളജി, അതിൽ വേർഡ്സും ലാംഗ്വേജുമാണ് യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ ഫീൽഡിലും ഹെൽത്ത് ഫീൽഡിലുമാണ് കോമൺ ആയിട്ട് അത് യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട്. അത് ഗ്രീക്ക് ലാറ്റിൻ വേർഡ്സ് ചെയ്യുന്നത്, അതായത് അതാണ് ചിലത് നമുക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. പ്രോപ്പർ ഇംഗ്ലീഷ് വേർഡ്സ് അല്ല, ഗ്രീക്ക് ലാറ്റിൻ വേർഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് മെഡിക്കലിലെ പല ഭാഗത്തും നമ്മളത് പലതും ഫ്രഞ്ച്, ലാറ്റിൻ, ഗ്രീക്ക് വേർഡിൽ നിന്നെല്ലാം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതായിരുന്നു. അത് മെഡിക്കൽ ഫീൽഡ് ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്ത ചില രാജ്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അവര് യൂസ് ചെയ്ത ടേം തന്നെ ബാക്കിയുള്ളവര് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ പല ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യാറ്. അതിൽ പ്രിഫിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, സഫിക്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റൂട്ട് വേർഡ് എന്നൊരു ഭാഗമുണ്ട് അല്ലെ. പ്രിഫിക്സ് എപ്പോഴും ബിഗിനിങ്ങിലായിരിക്കും, ഒരു മെഡിക്കൽ വേർഡിന്റെ ബിഗിനിങ്ങിലായിരിക്കും. ആ മീനിങ്ങിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ബിഗിനിങ്ങിലായിട്ട്. ഓക്കെ, ഇനി സഫിക്സ് ആണെങ്കിൽ എൻഡ്, ആ മെഡിക്കൽ വേർഡിന്റെ എൻഡിൽ അതിന്റെ മീനിങ്ങിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു മെഡിക്കൽ വേർഡിന്റെ ബേസ് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ റൂട്ട് വേർഡ് ആണ്. ആ റൂട്ട് വേർഡിലാണ് ശരിക്കും മീനിങ് ഉള്ളത്. ബേസ് പാർട്ട് എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ്, റൂട്ട് വേർഡിലാണ് മീനിങ് ഉള്ളത്. അത്രയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മനസ്സിലായില്ലേ. പിന്നെ നമ്മൾ ഓരോ പ്രിഫിക്സും സഫിക്സും എന്താന്ന് പറയുന്നത്. പിന്നെ അബ്രിവേഷൻസ് പറഞ്ഞു. സാധാരണ നീട്ടി വലിച്ച് ഡോക്ടേഴ്സ് അങ്ങനെ എഴുതാറില്ല, ചിലതിന്റെ അബ്രിവേഷൻസ് ആണ് എഴുതാറ്. ഫോർ എക്സാമ്പിൾ CPR, കാർഡിയോ പൾമണറി റിസൈറ്റേഷൻ. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ബ്രീത്തിങ് സപ്പോർട്ട് കൊടുക്കുന്നതാണ് CPR എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റ്സ് നോർമൽ ആവുമ്പോൾ അതിനെ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് 2 കൈയും കൂടെ വെച്ചിട്ട് നല്ലപോലെ ചെസ്റ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. അത് നല്ലപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക്, അതിപ്പോ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഉള്ളവരാവണമെന്നില്ല, അല്ലാതെ ഫസ്റ്റ് ഇതിലൊരു ട്രെയിനിങ് കിട്ടിയവർക്ക് ചെയ്യും. ഈ CPR എന്നുള്ളത് CPR എന്ന് എഴുതിയാൽ തന്നെ അണ്ടർസ്റ്റുഡ്, അതൊരു അബ്രിവേഷൻ ആണ്. ഈ കാർഡിയോ പൾമണറി റിസൈറ്റേഷന് യൂസ് ചെയ്യുന്ന ഒരു അബ്രിവേഷൻ ആണ്. അങ്ങനെ പലപ്പോഴും അബ്രിവേഷൻസ് യൂസ് ചെയ്യും. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ പോകില്ലേ, കമ്പനി സെക്രട്ടറി ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഷോർട്ട് ഹാൻഡ് അറിയായിരിക്കും. ഓഫീസിൽ പറയുന്ന കാര്യങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതുന്നത്. അതുപോലെ തന്നെയാണ് ഈ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന പല ടേംസ്. നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞു പോയിരുന്നു അല്ലെ. ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. A and A B ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത് ഒന്നുകൊണ്ടൊന്ന് പറയുവാണ്. നമ്മള് A or and, എയും 7th വൺ, ഫസ്റ്റ് വണ്ണും 7th വണ്ണും സെയിം ആണ്, മീനിങ് എല്ലാം സെയിം ആണ്. വിത്തൗട്ട് ഫോർ വാണ്ടോ A or and, അനീമിയ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നെക്സ്റ്റ് AB,
എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് മെഡിക്കലില് ഏതെങ്കിലും ഒരു ടേമിന്റെ മുമ്പിൽ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുന്നു. അബ്ഡക്ടർ അതൊരു മസിലാണ്, ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ABDUCTOR, ഫൂട്ടുമായിട്ട് റിലേറ്റഡ്, ഫൂട്ടിൽ വരുന്ന മസിലാണ് ഈ അബ്ഡക്ടർ എന്ന് പറയുന്നത്. പിന്നെ അബ്ഡോമൻ, അത് നമ്മൾ കോമൺലി എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ പറയാം അബ്ഡോമൻ സ്കാനിങ്. വയറിന് പ്രത്യേകമായിട്ടാണെങ്കിൽ അബ്ഡോമൻ അൾട്രാസൗണ്ട് സ്കാൻ പറയാറുണ്ട്. പിന്നെ ഈ ACR ഇത് എനിക്ക് കിട്ടിയില്ല. അപ്രോ എന്ന് പറയുന്നത് പെർട്ടൈൻ ടു സിവിയറിറ്റി, ഭയങ്കര സിവിയർ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ACR യൂസ് ചെയ്യുന്നത്. AD ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ്, അത് നമ്മൾ മീനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ADക്കും ഒരു വാക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അത് വേണമെങ്കിൽ അഡ്രിനാലിൻ യൂസ് ചെയ്യാം. അഡ്രിനാലിൻ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്, അത് വേണമെങ്കിൽ പറയാം. പിന്നെ ADNO എന്ന് പറയുമ്പോൾ അഡിനോയിഡ്, അതൊരു ഗ്ലാൻഡ് ആണ്, നമ്മളത് പറഞ്ഞു. AN ഓൾറെഡി നമ്മൾ പറഞ്ഞു. ANA അനസ്തീഷ്യ പറയാം. ഓക്കെ, അതിന്റെ കൂടെ THESIA ചേർക്കുമ്പോൾ അനസ്തീഷ്യ വരും. പിന്നെ ആൻജിയോ നമ്മൾ പറഞ്ഞിരുന്നു, ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം. പിന്നെ ആന്റി മുമ്പ് എന്നുള്ളതായിരുന്നു, അപ്പൊ ആന്റിനേറ്റൽ ബിഫോർ ബർത്ത്, അത് നമ്മൾക്ക് ഓൾറെഡി കിട്ടിയതാണ്. പിന്നെ ആന്റിബയോട്ടിക്സ്, ആന്റിബോഡി, ആന്റിജൻ ഒക്കെ അതായത് 11th വൺ ആണ്. ആന്റിബയോട്ടിക്സ് പറയുന്നത് എന്താ ആന്റിബയോട്ടിക്സ്? ആന്റിബയോട്ടിക്സ് എന്താ? എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ആ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ ആണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന മെഡിസിൻ അല്ലെ, അതല്ലേ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. എന്താ ആന്റിബോഡി? ആന്റിബോഡി എന്താ? പഠിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ ബ്ലഡിലുള്ള ഒരു പ്രോട്ടീൻ. എന്തിനാണ്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും, നമുക്കൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അല്ലെ. എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും നമ്മളുടെ ഒരു സോൾജിയേഴ്സ് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാവും, ഒരു ഡിഫൻസ് മെക്കാനിസം. അപ്പൊ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഫോറിൻ ബാക്ടീരിയോ വൈറസോ നമ്മുടെ ബോഡിയിൽ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ആന്റിബോഡീസ് ആണ് അവർക്കെതിരെ സോൾജിയേഴ്സ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആന്റിജൻ എന്താ? നമുക്ക് ഓൾറെഡി ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്ന് ബാധിക്കുമ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യണം. ചിലരുണ്ടല്ലോ ഇങ്ങനെ മിണ്ടാതിരിക്കും, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്താലേ അവർ മുമ്പോട്ട് പോവുള്ളൂ. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ആന്റിജൻ. അത് നമ്മുടെ ബ്ലഡിലുള്ളതാണ്. എല്ലാം ക്ലിയർ ആയോ? ആന്റിബയോട്ടിക്സ്, ആന്റിബോഡി, ആന്റിജൻ. 11th വരെ നമുക്ക് എക്സാമ്പിൾസ് എഴുതാം. ആന്റിബയോട്ടിക്സ് പറഞ്ഞാൽ മെഡിസിൻസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ആൻ ഇൻഫെക്ഷൻ. ആന്റിബോഡി നമ്മളുടെ ബ്ലഡിലുള്ള ഒരു പ്രോട്ടീൻ ആണ്, അത് ഇതുപോലെ ഫൈറ്റ് ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ, എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി ഒരാൾക്കാണ് ഈ ഫൈറ്റിംഗ് അവിടെ നടക്കുള്ളൂ, സോൾജിയേഴ്സ് വർക്ക് ചെയ്യുള്ളൂ. ഇമ്മ്യൂണിറ്റി കുറവുള്ള ഒരു മനുഷ്യനിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും. ഈ ആന്റിബോഡിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആന്റിജൻ അതും ഇമ്പോർട്ടന്റ് ആണ്. ബ്ലഡിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ട്രിഗർ ചെയ്യും. എപ്പോഴാണോ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത് ആ സമയത്ത് അതിന് ട്രിഗർ ചെയ്യും. ഓക്കെ, അതാണ് ആന്റിജൻ. ആന്റി എന്നുള്ളതിന് നമുക്ക് ഇത്ര എക്സാമ്പിൾസ് കിട്ടുന്നത് മാക്സിമം എഴുതി വെക്കുക. നെക്സ്റ്റ് ആർട്ടറി ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ആർട്ടറിയോൾ എന്ന് പറയുന്നത് സ്മോൾ തിൻ ആർട്ടറിനെയാണ് ആർട്ടറിയോൾ എന്ന് പറയുന്നത്. ഇവിടെ ആർട്ടറി ഓ ഉണ്ട്, എല്ലിയും കൂടി ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടറിയോൾ എന്നായി. അതൊരു സ്മോൾ തിൻ ആർട്ടറിയാണ്. ആർട്ടറിയിലെ വളരെ തിൻ ആയിട്ടുള്ള ഇതാണ് ആർട്ടറിയോൾ എന്ന് പറയുന്നത്. സ്പീഡാണോ? നെക്സ്റ്റ് നമ്മൾ ജോയിന്റുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു മുട്ട് മാറ്റി വെക്കൽ, ശസ്ത്രക്രിയയൊക്കെ ചെയ്യില്ല, നീ ട്രാൻസ്പ്ലാന്റേഷൻ. ആർത്രോപ്ലാസ്റ്റി റീപ്ലേസ്മെന്റ് ആണ്, ജോയിന്റിന്റെ റീപ്ലേസ്മെന്റ് ആണ് ആർത്രോപ്ലാസ്റ്റി. പിന്നെ ഓട്ടോപ്സി ഉണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ്, ചില അസുഖങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ആണെന്ന് പറയും. അതായത് നമ്മളുടെ ബോഡിയിലെ ഡിഫൻസ് മെക്കാനിസം, ഈ ആന്റിബോഡീസ് നമുക്കെതിരായിട്ട് തന്നെ ആ സോൾജിയേഴ്സ് നമുക്കെതിരാവുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയാം.
ഈ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും. പിന്നെ ബൈ നമ്മൾ പറഞ്ഞു ബൈസെപ്സ് ആസ് മസിൽസ്. ബയോ ബയോളജി ഉണ്ട്, ബയോപ്സി ഉണ്ട്. എന്താ ബയോപ്സി? ബയോപ്സി എന്താ? ലാബൊക്കെ നമുക്ക് എടുത്തല്ലേ? എന്താ ബയോപ്സി? പിന്നെ പറയുന്നുണ്ടോ? ഞാൻ കേൾക്കാത്തതാണ്. എന്താ ബയോപ്സി എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഗ്രോത്ത് പോലെ കണ്ടു, അപ്പൊ അതിൽ നിന്ന് കുറച്ച് ടിഷ്യൂസ് എടുത്തിട്ട് ടെസ്റ്റിന് അയക്കുന്നതാണ് ബയോപ്സി എന്ന് പറയുന്നത്. ആ സെൽസിൽ എന്തെങ്കിലും കുറച്ച് ഭാഗം എടുത്തിട്ട് അതിനെ ടെസ്റ്റിന് അയക്കുന്നുണ്ട്. ആ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അത് എന്തെങ്കിലും അപകടമുള്ളതാണോ, ക്യാൻസറസ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കില്ലേ? ആ ഒരു ടെസ്റ്റിനാണ് ബയോപ്സി. അത് മേ ബി ഓരോന്നിനും ഡിപ്പെൻഡിങ് ഓൺ സമയം എടുക്കും. ചിലപ്പോൾ 1 വീക്ക് എടുക്കാം, 10 ഡേയ്സ് എടുക്കാം, 15 ഡേയ്സ് എടുക്കാം. അത് ഡിപ്പെൻസ് ഏതൊരു പാർട്ടാണോ ബയോപ്സിക്ക് അയക്കുന്നത് അതിനനുസരിച്ചിട്ട്. പലപ്പോഴും ആളുകളുടെ ബോഡിയിലോ തലയുടെ അവിടെ എന്തെങ്കിലും ഒരു മുഴ കാണുമ്പോൾ പല സംശയങ്ങളും വരാം. സോ അതിൽ നിന്നും അല്പം എടുത്തിട്ട് ഇതുപോലെ ടെസ്റ്റിന് അയക്കുന്നതാണ് ബയോപ്സി. അപ്പൊ ബയോ എന്ന് പറയുന്നത് ബയോളജി, ബയോടെക്നോളജി, ബയോപ്സി, സംതിങ് ബിലോങ്ങിങ് ടു ലൈഫ്. ബ്ലാസ്റ്റോ എനിക്ക് കിട്ടിയിട്ടില്ല. ജെം ഓർ സെൽ ആണ്. ബ്ലിഫാർ അത് ഐലിഡുമായിട്ട് റിലേറ്റഡ് ആണ്. ബ്ലിഫാർ മാക്സിമം ഞാൻ കുറെ സെർച്ച് ചെയ്തു, പക്ഷെ കുറെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ 2 ലിങ്ക് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കറക്റ്റ് അതിന്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. എടുത്ത ഭാഗങ്ങളൊന്ന് നോക്കിയായിരുന്നോ? ശരി, ഒന്ന് മനസ്സിലാക്കാൻ വിഷമമായതുകൊണ്ട് രണ്ടാമതൊന്നും എടുക്കുന്നേ. പിന്നെ ബ്രാഡികാർഡിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്ലോ ഹാർട്ട് ബീറ്റ് വരുന്ന, ഡള്ളായിട്ട് സ്ലോ ആയിട്ട് വരുന്ന ഇതാണ് ബ്രാഡി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രാഡികാർഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമലി സ്ലോ ഹാർട്ട് ബീറ്റ്. CALC നമ്മുടെ സ്റ്റോൺ, ഇപ്പൊ കിഡ്നി സ്റ്റോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് CALC. എന്നൊരു മീനിങ്ങും ഉണ്ട്. ഈ മീനിങ്, ഈ പ്രിഫിക്സ് ഏതിന്റെങ്കിലും മുന്നിൽ വരുമ്പോൾ അത് എക്സാക്ട്ലി ആ ഒരു മീനിങ് അല്ല ചേഞ്ച് വരുവാണ്, മോഡിഫൈ ചെയ്യുവാണ്. കാർഡിയോ നമ്മൾ പറഞ്ഞു, കാർഡിയോളജി പറഞ്ഞിരുന്നു. സെഫാലിക് ഫ്ലെക്ചർ അത് ഹെഡുമായി റിലേറ്റഡ് ആണ്. പിന്നെ സെറിബ്രം നമ്മൾ പറഞ്ഞല്ലോ, സെറിബ്രം, സെറിബ്രിയം, മിഡിൽ ഓബ്ലിഗേറ്റഡ് ആ ഒരു ഭാഗം ബ്രെയിനിന്റെ ഭാഗത്തിനെ വെച്ച് പറയുന്നത്. പിന്നെ സെർവിക് നമ്മളുടെ യൂട്രസിലെ സെർവിക്സ്, അതായത് ബേബി വരുന്ന ഒരു മൗത്ത് പോർഷൻ ഉണ്ടല്ലോ യൂട്രസിലെ, ആ ഒരു സെർവിക്സ് ഒരു. പിന്നെ നമ്മൾ പറഞ്ഞു കൊളസ്ട്രോൾ നമ്മുടെ പൈൽ ഓർ ഗാൾ ബ്ലാഡറുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ കോൺട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂമർ ലൈക്ക് എന്തെങ്കിലും മുഴകൾ വരിക, അതാണ് കോൺട്രോ എന്ന് പറയുന്നത്. കോൺട്രോസർക്കോമ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ട്യൂമർ പോലെയാണ് അതിരിക്കുന്നത്. ഇത് നമ്മുടെ കാർട്ടിലേജ്, നമ്മുടെ നെഞ്ചും കൂടുണ്ടല്ലോ അതുമായിട്ട് റിലേറ്റഡ് ആണ് കോൺട്രിയോ എന്ന് പറയുന്നത്. സർക്കം നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർക്കംസിഷൻ സർജിക്കൽ റിമൂവൽ ഓഫ് ദി ഫോർസ്കിൻ ഓഫ് മെയിൽ ടെക്സ്റ്റൈൽസ്, അതായത് മെയിൽ ടെക്സ്റ്റൈൽസിന്റെ ആ ഒരു സ്കിൻ റിമൂവ് ചെയ്യുന്ന ഒരു സർജറിയാണ്. ഇൻഫെക്ഷൻ ഒന്നും വരാതെ ഹെൽപ്പ് ചെയ്യും സർക്കംസിഷൻ. കോൺട്രാസെപ്ഷൻ, കോൺട്രാസെപ്റ്റീവ് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുള്ളൂ ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ട്. പിന്നെ കോസ്റ്റൽ കാർട്ടിലേജ്, ഇതും റിബുമായിട്ട് റിലേറ്റഡ് ആണ്. കോസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റൽ കാർട്ടിലേജ് ബിലോങ്ങിങ് ടു റിബ്, നമ്മുടെ നെഞ്ചിൽ കൂട്. നമുക്ക് 12 പേരാണ് ശരിക്കും ഉള്ളത്, 12 ജോഡിയാണ് ഈ നെഞ്ചിൽ കൂട് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു പ്രൊട്ടക്ഷൻ ആണ്. നമുക്കറിയാം അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് 2 പേരുണ്ട്, ലങ്സും ഉണ്ട് ഹാർട്ടും ഉണ്ട്. ശരിക്കും അവർക്കുള്ളൊരു പ്രൊട്ടക്ഷനും കൂടിയാണ് ഈ റിബ് എന്ന് പറയുന്നത്. കോസ്റ്റോ എന്ന് പറയുന്നതും കാർട്ടിലേജുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കാർട്ടിലേജുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരെണ്ണം കൂടെ പറഞ്ഞിരുന്നല്ലോ, അത് ഏതായിരുന്നു? കോൺട്രോ. ഓക്കെ, നെക്സ്റ്റ് സൈനോ. ചില കളേഴ്സ് പറയാനായിട്ട് ഡോക്ടേഴ്സ്, അത് വൈറ്റ്, റെഡ്, ബ്ലാക്ക് ഒക്കെ പറയാനായിട്ട് ഇതുപോലെ പ്രിഫിക്സുകൾ ഉണ്ട്. അപ്പൊ സൈനോ ബ്ലൂ ആണ്, ബ്ലൂ ആണ് ആ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബ്ലൂ ബേബി ആവുക അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് ഒക്കെ വരില്ലേ,
അതിനൊക്കെ ഇത് ഈ പ്രിഫിക്സ് ആ മെഡിക്കൽ ടൈമിന് മുമ്പ് യൂസ് ചെയ്ത് അതിന്റെ മീനിങ്ങിനെ മോഡിഫൈ ചെയ്യും. പിന്നെ സിസ്റ്റ്, നമ്മൾ പറയില്ലേ സിസ്റ്റ്, ഒരു ചെറിയ യൂട്രസിൽ സിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കിഡ്നിയില് ചെറിയ സിസ്റ്റ് എന്നോ അങ്ങനെയൊക്കെ പറയാറില്ലേ. റിലേറ്റിംഗ് ടു ബ്ലാഡർ ആണ്. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ബ്ലാഡർ ആണ് സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്റ്റഡി ചെയ്യുന്നതാണ് സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത്. അതായത് യൂറിൻ പോകുന്ന വഴിയില് പലപ്പോഴും ബ്ലോക്ക് ഉണ്ടാവും. അതായത് ആ ട്യൂബില് ചിലപ്പോ കല്ലുണ്ടാവും അല്ലെ. ആ കല്ലുണ്ടാവുമ്പോൾ അത് എക്സാമിൻ ചെയ്യുന്നതാണ് സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത്. കിഡ്നി സ്റ്റോണും വരും, യൂറിൻ പോകുന്ന ട്യൂബിലും ചിലപ്പോൾ ബ്ലോക്ക് പോലെ കല്ല് പോലെ ഉണ്ടാവും. ഇതൊക്കെ പൊടിച്ച് കളയുക എന്തൊക്കെയോ അങ്ങനെയൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്തല്ലേ അത് കളയുന്നത്. അപ്പൊ ചിലർക്ക് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ മതി, അതൊക്കെ പോകും. ചിലർക്ക് ചിലപ്പോൾ അത് പൊടിച്ച് തന്നെ കളയേണ്ടി വരും. അപ്പൊ അതൊരു പ്രൊസീജിയർ ആയിട്ട് ചെയ്യും. അങ്ങനെ സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത് അതിന്റെ എക്സാമിനേഷൻ ആണ്, അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത്, റിലേറ്റിംഗ് ദ ബ്ലഡ്. അടുത്തത് സൈറ്റോ, അത് സെല്ലുമായിട്ട് റിലേറ്റഡ് ആണ് സൈറ്റോ എന്ന് പറയുന്നത്. സൈറ്റോകൈൻ ഒരു ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൈറ്റോകൈൻ, റിലേറ്റിംഗ് ടു എ സെൽ. ഡി എന്ന് പറഞ്ഞാൽ താന്നു പോവുക, ഡീഹൈഡ്രേഷൻ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു അല്ലേ. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടന്റ്, ആ ജലാംശം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വന്ന് വോമിറ്റിങ്ങും പിന്നെ ലൂസ് മോഷൻ ഒക്കെ ആവുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അത് തളർന്നു പോകും, ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട അവസ്ഥ വരും, പ്രഷർ ഒക്കെ ഡൗൺ ആവും. അത് മാത്രമല്ല, ഇപ്പൊ ഭയങ്കര ചൂട് ഇത്തിരി കുറഞ്ഞു വരുവാണെങ്കിൽ ചൂട് സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമായിരുന്നു. നമ്മളുടെ ബോഡിയിൽ നിന്ന് ശരിക്കും വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഡീഹൈഡ്രേഷൻ, അതും ഡീഹൈഡ്രേഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വെള്ളം കുടിക്കും. അങ്ങനെ സെറ്റ് ആകുന്ന രീതിയിലുള്ള ചൂട് സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഷീൽഡുകൾ ഉപയോഗിക്കുക, കൊട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പോകരുത്. അടുത്തത് ഡെർമ, നമുക്കറിയാം സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആണ്, ഡെർമറ്റോളജി അല്ലെ. ഡൈ എന്ന് പറഞ്ഞാൽ 2 times ഡബിൾ, ചില സമയത്ത് മെഡിസിൻസ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിലൊക്കെ ഈ പ്രിഫിക്സ് യൂസ് ചെയ്യും. ഡയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയബറ്റീസ് ഉണ്ട്, ഡയഗ്നോസിസ് ഉണ്ട് അല്ലെ. ഡയബറ്റീസ്, ഡയഗ്നോസിസ്. പിന്നെ ഡിവൈഎസിന്റെ ഒപ്പം തന്നെ നമ്മൾ ഒരെണ്ണോടെ പറഞ്ഞു അതിന്റെ ഓപ്പോസിറ്റ് സംഭവം അല്ലെ. 44 ആണത്. ഇപ്പൊ ഇത് നമുക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഡിസ്പിനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രീത്ത് വളരെ ലോ ആകുന്നത്, ഡിഫിക്കൽട്ട് ടു ബ്രീത്ത്, റെസ്പിറേഷൻ ലെവല് വളരെ ലോ ആവുന്നതാണ് ഡിസ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പിനിയ എന്ന് പറയുന്നത് നമ്മളിത് കേട്ട് ടെൻഷൻ ആവണ്ട. നമ്മളത് കൂടുതൽ യൂസ് ചെയ്ത് ഇപ്പൊ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും കൂടുതൽ യൂസ് ചെയ്ത് നമുക്കത് അതങ്ങ് ഫെമിലിയർ ആകും. കാരണം നമ്മൾ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സ് ഒക്കെ എന്ത് പെട്ടെന്ന് എഴുതുന്നത്, നഴ്സുമാരൊക്കെ എന്ത് പെട്ടെന്ന് അത് മനസ്സിലാക്കി അവരത് എന്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാർമസിസ്റ്റുകൾ, അപ്പൊ അതൊക്കെ അവരുടെ ജോബിന്റെ ഒരു ഭാഗമായിട്ടാണ്. നമ്മളിത് എന്ത് തന്നെയായാലും നമ്മളിത് കാണാപ്പാഠം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ അതുമായിട്ട് അങ്ങ് ഫെമിലറൈസ് ആകും, പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടും. ഡിസ്പിനിയ ഡിഫിക്കൽട്ട് ടു റെസ്പിറേഷൻ, ഭയങ്കര അബ്നോർമൽ ആയിട്ടുള്ള ബ്രീത്ത്, ടഫ് ആയിട്ടുള്ള ബ്രീത്ത്, ആ ഒരു മീനിങ്. ഓക്കെ, ECTO ഞാൻ കഴിഞ്ഞ ദിവസം അത് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് എക്ടോപിക് പ്രഗ്നൻസി. ECTO ആ തന്നിരിക്കുന്ന പ്രിഫിക്സ്, അതിന്റെ കൂടെ PIC, O വരെ എഴുതിയിട്ട് PIC, എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് എന്ന് പറഞ്ഞാൽ ചിലര് കേട്ടിട്ടില്ലേ, ഈ യൂട്രസിലല്ലാതെ ഈ ഫലോപ്പിയൻ ട്യൂബില് പ്രഗ്നന്റ് ആവുന്നത് ഭയങ്കര റിസ്ക് ആണ്. പെട്ടെന്ന് തന്നെ അത് കളയണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം വരും. അങ്ങനെ ആ ബേബി സർവൈവ് ചെയ്യുമല്ല ആ ഒരു പ്രഗ്നൻസി. ട്യൂബിൽ പ്രഗ്നൻസി എന്ന് പറയുമല്ലോ, ഫലോപ്പിയൻ ട്യൂബില്. അതാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് വോംബ്, ഈ യൂട്രസിന്റെ ഗർഭപാത്രത്തിന് പുറത്ത് ട്യൂബില് ഇത് പ്രഗ്നൻസി ഇതാകുന്നതിനെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പം ആ 38ാമത്തെ അടുത്ത് എഴുതി വെക്കുക എക്ടോപിക് പ്രഗ്നൻസി. നമുക്ക് തന്നിട്ടുള്ള പ്രിഫിക്സ് ECTO, അത് കഴിഞ്ഞ് PIC. ഔട്ട്സൈഡ് വോംബില് പ്രഗ്നന്റ് ആവുന്നതാണ്, ട്യൂബില് പ്രഗ്നന്റ് ആവുന്നതാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. മീനിങ് തന്നെ നോക്കൂ, ഔട്ട് ഫ്രം ആണ്, പുറത്ത് എന്നുള്ള ഒരു മീനിങ്. ഇലക്ട്രോ നമ്മൾ പറഞ്ഞു, റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി.
ECG ഉണ്ട്, EEG ഉണ്ട്, ഇലക്ട്രോ കാർഡിയോഗ്രാഫും ഇലക്ട്രോ എൻസെഫലോഗ്രാഫും. പിന്നെ ഇൻസൈഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എൻറ്ററോ അത് റിലേറ്റിംഗ് ടു ഇൻഡസ്റ്റൈൻ ആണ് എൻറ്ററോ എന്ന് പറയുന്നത്. പിന്നെ എപ്പി നമ്മൾ പറഞ്ഞു സ്കിന്നിന്റെ ഔട്ടർ ലെയർ ആണ് എപ്പിഡെർമിസ്. അപ്പോൺ ഓൺ പുറത്ത് എന്നുള്ള മീനിങ്. സ്ക്രോൾ ചെയ്യട്ടെ. ഓക്കെ, ഇപ്പൊ എപ്പിഡെർമിസ് നമ്മൾ കഴിഞ്ഞു. 42 അടുത്തത് 43. ഈ ലിസ്റ്റിനേക്കാളും വളരെ ഈസിയാണ് മറ്റേ ലിസ്റ്റ്. ഡീറ്റെയിൽ ആയിട്ടുണ്ട് താനും. നമ്മൾ ഈ എക്സാമ്പിളിന് വേണ്ടിയിട്ട് പലതും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ 2 ലിങ്കും നിങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. ഞാൻ വേണമെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറയാം, പക്ഷെ ഷെയർ ചെയ്യാനൊരു ഇത് ശരിയാക്കി വെച്ചിട്ടില്ല. പിന്നെ എറിത്രോ എന്ന് പറഞ്ഞു എറിത്രോസൈറ്റ് റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ്, RBC റെഡ് ബ്ലഡ് സെൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് എറിത്രോ എന്ന് പറയുന്നത്. എറിത്രോസൈറ്റ്സ്, റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ്. പിന്നെ നമ്മൾ ഡിസ്പിനിയ പറഞ്ഞില്ലേ, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് നല്ല നോർമൽ ബ്രീത്തിങ്, യൂപ്നിയ, നോർമൽ റിലാക്സ്ഡ് ബ്രീത്തിങ്, നോർമലി നമ്മൾ ചെയ്യുന്ന ബ്രീത്തിങ്, അതാണ് യൂപ്നിയ എന്ന് പറയുന്നത്. പിന്നെ എക്സ്പിറേഷൻ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ, പുറത്ത്. എക്സ്ട്രായും എക്സ്റ്റീരിയർ മീനിങ് ഉണ്ട്, പിന്നെ അഡീഷൻ അതിനും പുറമേ എന്നുള്ളത്. ഇപ്പൊ ഓർഡിനറി എന്നുള്ളതിന് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയല്ലേ, അതിനും പുറമേ, സാധാരണയിൽ കവിഞ്ഞ എന്നുള്ള രീതിയിൽ. പിന്നെ ഗ്യാസ്ട്രോ നമ്മളുടെ വയറുമായിട്ട് റിലേറ്റിംഗ് ടു ദി സ്റ്റൊമക്. ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്മോൾ പാർട്ട് നമ്മുടെ വയറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി ആ ഭാഗം റിമൂവ് ചെയ്യുന്നതിനെയാണ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്നത്. ഗ്യാസ്ട്രക്ടമി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചില ലെറ്റേഴ്സ് റിമൂവ് ചെയ്താലേ പ്രൊനൗൺസിയേഷനും മീനിങ്ങും കറക്റ്റ് ആവുള്ളൂ. പിന്നെ അത് GASTR എന്ന് എഴുതിയിട്ട് ECTOMY, ഗ്യാസ്ട്രക്ടമി. അടുത്ത ഗ്ലൈക്കോജൻ, ഷുഗർ ആണ്. ഗൈനക് നമുക്കറിയാം, ഗൈനക്കോളജി റിലേറ്റിംഗ് ടു ഫീമെയിൽസ് ഓർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഹെമറ്റ്, റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ് ഹെമറ്റോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേറ്റഡ് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നതൊക്കെയാണ് ഹെമറ്റോളജി. ആ സെയിം മീനിങ് തന്നെ 52ാമത്തും വരുന്നുണ്ട്. 50യും 52വും സെയിം തന്നെയാണ്. ഹെമറ്റോളജി റിലേറ്റിംഗ് ടു ബ്ലഡ് തന്നെയാണ് മീനിങ് കൊടുത്തിരിക്കുന്നത്. ഹെമി എന്ന് പറയുന്ന ഹാഫ്, ഹെമി ഹാഫ്. ലിവറുമായിട്ട് റിലേറ്റഡ് ആണ് ഇത്രയും വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് അല്ലെ, ഹെപ്പറ്റൈറ്റിസ് AB എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ലിവറിന് വരുന്ന ഇൻഫെക്ഷനെ നമ്മൾ സ്പ്രെഡ് ആകുന്നതും സ്പ്രെഡ് ആകാത്തതും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാറുണ്ട് ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, ഹെച്ചർ അതർ വേരിയസ്, ഹെച്ചർ അതർ വേരിയസ്. ഫോം ഐഡന്റിക്കൽ ആണ്, നമ്മൾ ഫോമോ പറഞ്ഞിരുന്നു, ഹോമോസെക്ഷൽ ആ രീതിയിൽ പറഞ്ഞിരുന്നു. ഒരേ ഇതിലുള്ളവർ തമ്മിലുള്ള അട്രാക്ഷൻ ആണ് ഹോമോസെക്ഷൽ. പിന്നെ ഹൈഡ്രോ, വാട്ടർ റിലേറ്റഡ് ആണ് ഹൈഡ്രോ. ഹൈപ്പർ, ഓവർ, കൂടുതലായിട്ട്. മറ്റേ ഹൈപ്പർ നമ്മൾ പറഞ്ഞു ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ തൈറോയിഡിൽ ഉണ്ടല്ലോ, ഹൈപ്പറും ഉണ്ട് ഹൈപ്പോയും ഉണ്ട്, കൂടുതലും ഉണ്ട് കുറവും ഉണ്ട്. ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോ ആയിട്ടുള്ള ഇൻസഫിഷ്യന്റ് അണ്ടർ, അതാണ് ഹൈപ്പോ ടെൻഷൻ. പ്രഷർ അല്ലെ, പ്രഷർ കൂടുന്നു പ്രഷർ കുറയുന്നു. ഹൈപ്പോയും ഉണ്ട്, ഹൈപ്പോ അടിച്ചു അല്ലെങ്കിൽ ഹൈപ്പർ അടിച്ചു എന്നൊക്കെ പറയാറില്ലേ. പ്രഷർ കൂടുമ്പോ ഹൈപ്പർ അടിച്ചു എന്ന് പറയും, പ്രഷർ കുറയുമ്പോ ഹൈപ്പോ അടിച്ചു എന്നൊക്കെ പറയില്ലേ. കുറയുന്നത് ഭയങ്കര കുറച്ചുകൂടെ സീരിയസ് ആണ് കൂടുന്നതിനേക്കാളും എന്നൊക്കെ പറയാറുണ്ട്. അത് തൈറോയിഡിലും ഉണ്ട് ഹൈപ്പറും ഹൈപ്പോയും. തൈറോയിഡ് അതിന്റെ ലെവല്, ഹോർമോണിന്റെ ലെവല് കൂടുന്നൊരു ഇതും കുറയുന്നതും ഓരോന്നിനും വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഡിഫറെന്റ് ആയിരിക്കും.
പിന്നെ ഹിസ്റ്റർ, റിലേറ്റിംഗ് ടു ദി യൂട്രസ്, അതാണ് ഹിസ്റ്റർ. ഹിസ്റ്റർ എന്ന് പറയുന്നത് ഹിസ്ട്രക്ടമി നമ്മൾ ചെയ്യും അല്ലെ, ഇത് ബർത്ത് കൺട്രോളിനും ഒക്കെ വേണ്ടിയിട്ട് ഹിസ്ട്രക്ടമി. ഇൻഫ്രാറെഡ് റേസ് വരാം, ബിനീത്ത്, ഫർദർ ഓൺ, താഴെ എന്നൊക്കെ ഉള്ളൊരു മീനിങ്. നെക്സ്റ്റ് ഇന്റർ എന്ന് പറഞ്ഞാൽ ഇൻ ദ മിഡിൽ ഓഫ്. അത് നമ്മളുടെ ബോഡിയിൽ പല ടൈപ്പ് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നതുണ്ട്, രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്കൂടെ പോകുന്ന ഫ്ലൂയിഡ്. ഇപ്പൊ ലൈക്ക് ലങ്സും ഹാർട്ടും അടുത്തടുത്തായിരിക്കുന്നത്. ഇവ തമ്മിൽ ഉരസാതിരിക്കാനായിട്ട്, ഫ്രിക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ഇൻബിറ്റ്വീൻ ഒരു ഫ്ലൂയിഡ് പോകുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ലങ്സ് ഉണ്ട്, അതിന്റെ തൊട്ട് ബാക്കിലായിട്ട്, ലങ്സിന്റെ ബാക്കിലായിട്ട് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലെ ആയിട്ട് കുറച്ച് മാറിയാണ് ഹാർട്ടിന്റെ പൊസിഷൻ. ഹാർട്ട്, നമ്മളുടെ ഇത്രയുള്ള ബോഡിയിൽ കുറേ ഓർഗൻസ് ഉണ്ട്. ഈ ഓർഗൻസ് തമ്മിൽ മുട്ടിയുരുമി അപകടം സംഭവിക്കരുതല്ലോ. വണ്ടിയിലും ആണെങ്കിലും പല പല പാർട്സ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഓയിലുണ്ട്, വണ്ടിക്ക് ഓയിൽ വേണം അല്ലെ, ഇതിന്റെ ഇടയിൽ കൂടെ ഓയിൽ ഒഴുകുന്നുണ്ട്. അപ്പൊ ഫ്രിക്ഷന് വേണ്ടിയിട്ട് ഇവ തമ്മിൽ മുട്ടിയുരുമി തേയ്മാനം സംഭവിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് വണ്ടിയിൽ നമ്മളിങ്ങനെ വണ്ടിയിൽ ഓയിൽ ഉള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിലും ഫ്ലൂയിഡ്സ് ഉണ്ട്. ഏതിന്റെങ്കിലും ഇൻബിറ്റ്വീൻ ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ലങ്സിനും ഹാർട്ടിനും ഇൻബിറ്റ്വീൻ ഇതുപോലെ ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ട്. അത് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമുക്ക് ഇന്റർ തന്നിട്ടുണ്ട്, പിന്നെ സ്റ്റീഷ്യൽ, STITIAL, പിന്നെ ഫ്ലൂയിഡ്, രണ്ടെണ്ണത്തിനിടയിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ്. അതാണ് മീനിങ്. ഇന്റർ, ഇൻ ദ മിഡിൽ ഓഫ്. ഇന്റർന്ന് എഴുതിയിട്ട് ആ പ്രിഫിക്സ് എഴുതിയിട്ട് STITIAL, അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, FLUID. നെക്സ്റ്റ് ഇന്റർ ഇൻ ദ മിഡിൽ ഓഫ് എന്ന് പറഞ്ഞു. ഇൻട്ര എന്ന് പറയുന്നത് ഇൻസൈഡ്, ഇൻസൈഡ് ഉള്ളിൽ എന്നുള്ളത്. ഇൻട്രാപാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേർത്തിന്റെ സമയത്ത് നമുക്കറിയാം, ബേബി ബേർത്ത് ആവുമ്പോഴേക്കും, ബേബി ഇറങ്ങി വരുമ്പോഴോ അതിന്റെ കൂടെയോ അത് കഴിഞ്ഞിട്ട് കുറെ ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നറിയാം. ഈ ഫ്ലൂയിഡിനകത്താണ് കുട്ടി കിടക്കുന്നത്. കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ഈ ഫ്ലൂയിഡും കൂടെ പുറത്തു വരും. ഇതാണ് ശരിക്കും ഇൻട്രാപാർട്ടം എന്ന് പറയുന്നത്. ഈ ഡ്യൂറിങ് ബേർത്ത് ഈ ഫ്ലൂയിഡ് പുറത്തു വരും. കണ്ടീഷൻ ഇതിൽ വേഴ്സ്റ്റ് ആണ്. പ്രഗ്നൻസിക്ക് ഉടനെ ആക്കണം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഫ്ലൂയിഡ് ബേബി വരുന്നതിന് മുമ്പ് പുറത്തേക്ക് ആവുമ്പോഴാണ് ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ സെറിയൻ ചെയ്ത് ബേബിയെ പുറത്തെടുക്കുന്നത്. ശരിക്കും ബേബി വന്നതിന് ശേഷമാണ് ഈ ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നത്. ഇൻട്രാപാർട്ടം എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലൂയിഡ് ഡ്യൂറിങ് ബേർത്തിന് ഈ ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ് ഇൻട്രാപാർട്ടം എന്ന് പറയുന്നത്. ഇൻസൈഡ്, ആ ഫ്ലൂയിഡിന് പറയുന്ന പേര് സെല്ലുലാർ ഫ്ലൂയിഡ്, എന്താ അമ്നിയോട്ടിക് ഫ്ലൂയിഡോ അങ്ങനെ നമ്മൾ അല്ലാതെയും പറയില്ലേ. അപ്പൊ ഉള്ളിലുള്ള ഈ ഫ്ലൂയിഡ് അല്ലെ, ഇൻസൈഡ് ഫ്ലൂയിഡ്. ഇത് ഡ്യൂറിങ് ബർത്ത് ഈ ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നതാണ്. ഐസോ എന്ന് പറഞ്ഞാൽ ഈക്വൽ, ഐസോ ഇൻടെൻസ്, ഐസോതെർമൽ, ഐസോടോപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെഡിക്കലിലല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഐസോടോപ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഈക്വൽ, ഒരേപോലെ, ആണ് ഐസോ. ലാട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈഡ്, ഒരു സൈഡിൽ നിന്നുള്ള മീനിങ് ആണ് ലാട്രോ. ലാട്രോസ്കോപ്പിയോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ. പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസുമായിട്ട് റിലേറ്റഡ് ആണ്. റെഡ് ബ്ലഡ് സെൽസിന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, എറിത്രോസൈറ്റ്സ്. അത് ഏതുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു, എറിത്രോ എന്നുള്ള പ്രിഫിക്സ് ആയിരുന്നു നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ലൂക്കോസൈറ്റ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ്. അത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. എറിത്രോസൈറ്റ്സ് ആണ് RBC, ലൂക്കോസൈറ്റ്സ് ആണ് WBC. ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ അല്ലെ, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കൗണ്ടിലെ ഡിഫറൻസ് വരുമ്പോഴാണ്, അബ്നോർമൽ ആയിട്ട് കൗണ്ട് വരുമ്പോഴാണ് ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറയുന്നത്. കൂടുതലും കുട്ടികളിൽ ഇത് കണ്ടുവരാറുണ്ട് ഈ അസുഖം. ഓക്കെ, ലൂക്കോസൈറ്റ് റിലേറ്റിംഗ് ടു വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്. നമ്മൾ റിലേറ്റിംഗ് ടു ബ്ലൂ പറഞ്ഞത് സിയാൻ ആയിരുന്നു, റിലേറ്റിംഗ് ടു റെഡ് പറഞ്ഞത് എറിത്രോ ആയിരുന്നു, റിലേറ്റിംഗ് ടു വൈറ്റ് പറഞ്ഞത് ലൂക്കോ ആയിരുന്നു. കളർ കണക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, നല്ല ബോറുണ്ടല്ലേ, ബോറിരിക്കുന്നുണ്ടല്ലേ. ഈ ചാപ്റ്ററിൽ മുഴുവനും ഇങ്ങനെയാണ്.
നമ്മള് പ്രിഫിക്സേ ആയുള്ളൂ. ഇനി സഫിക്സ് ഉണ്ട്, റൂട്ട് വേർഡ് ഉണ്ട്, അതുപോലെ തന്നെ അബ്രിവേഷൻസ് ഉണ്ട്. അബ്രിവേഷൻസ് പിന്നെ പോട്ടെ, വലിയ പ്രോബ്ലം. റിലേറ്റിംഗ് ടു സ്റ്റോൺ ആണ്. കിഡ്നി സ്റ്റോൺ ആകാം, ബ്ലാഡർ സ്റ്റോൺ, അതിനെ റിലേറ്റഡ് ആയിട്ട് പറയുന്നതാകാം. മാക്രോ ഞാൻ കുറെ അന്വേഷിച്ചു. മാക്രോ ഇപ്പൊ മീനിങ് പറയാട്ടോ. മാക്രോക്ക് ഒരു എക്സാമ്പിൾ മാക്രോഫാജ് ആണ്. മാക്രോഫാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. ഇതൊരു ആന്റിജൻസ് പോലെയാണ്. അതായത് ഏതെങ്കിലും ബാക്ടീരിയ ഒക്കെ വരുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് മാക്രോഫാജ് എന്ന് പറയുന്നത്. പക്ഷെ ഹൈജ് എന്താന്ന് ഞാൻ നോക്കിയിട്ട് ഹൈജ് കിട്ടുന്നില്ല. ഹൈജാണോ സ്പെല്ലിംഗ് തെറ്റിയതാണോ നോക്കിയിട്ട് മാക്രോയ്ക്ക് മാക്രോഫാജ് എന്ന് ഒരു എക്സാമ്പിൾ എഴുതിക്കോ കേട്ടോ. മാക്രോ എന്ന് എഴുതിയിട്ട് PHAGE മാക്രോഫാജ്. മാക്രോഫാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. അത് ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ബാക്ടീരിയ കയറി അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു, അതിനെ അപ്പൊ തന്നെ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്തെങ്കിലും നമ്മുടെ ബോഡിക്ക് ഹാർംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും അണുക്കൾ കയറുവാണെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് മാക്രോഫാജ് എന്ന് പറയുന്നത്. ഹൈജീനിക് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്റെ മീനിങ് പറഞ്ഞിരിക്കുന്നത് ഹൈജീൻ ഒരു വേർഡ് ഇല്ല, ശരിക്കും നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് മാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ്, മോശം എന്നുള്ള അർത്ഥമാണ്. നമുക്കറിയാം ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നല്ല പോഷകം എന്നുള്ള മീനിങ് ആണ്. ന്യൂട്രിയൻസ് നല്ല പോലെ ഉള്ളതാണ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാലോ വളരെ മോശം, ന്യൂട്രിയൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ന്യൂട്രീഷൻ വളരെ കുറഞ്ഞത്, മോശമായത്, അതാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. മാലിന്റെ കൂടെ ന്യൂട്രീഷൻ ചേർക്കുമ്പോൾ അത് മോശമായ ന്യൂട്രീഷൻ, പോഷകം എന്നുള്ള മീനിങ് വരും. നെക്സ്റ്റ് മെഡി എന്ന് പറഞ്ഞാൽ മിഡിൽ, നടുക്കായിട്ട്. മെഗ എന്ന് പറഞ്ഞാൽ വലുത്, ഹ്യൂജ്. മെലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു കളർ, ബ്ലാക്ക്. അപ്പൊ നമ്മളിപ്പോ റെഡിന്റെ പറഞ്ഞു, ബ്ലൂവിന്റെ പറഞ്ഞു, വൈറ്റ് പറഞ്ഞു, ബ്ലാക്ക് പറഞ്ഞു. ബ്ലൂ സിയാൻ, റെഡ് എന്തായിരുന്നു പറഞ്ഞത് എറിത്രോസൈറ്റ്സ്, വൈറ്റ് എന്തായിരുന്നു പറഞ്ഞത് ലൂക്കോസൈറ്റ്സ്, ബ്ലാക്ക് മെലാനിൻ എന്ന് കേട്ടിട്ടില്ലേ? മെലാനിൻ നമ്മുടെ മുടിക്ക് കറുപ്പ് കൊടുക്കുന്നതോ അങ്ങനെ ഒരു സംഭവം അല്ലേ മെലാനിൻ. മെനിഞ്ചോ റിലേറ്റിംഗ് ടു മെംബ്രെയിൻ, മെനിഞ്ചൈറ്റിസ് ഒക്കെ വരില്ലേ, മെനിഞ്ചസ്, അതാണ് മെംബ്രെയിൻ. ഏതെങ്കിലും നമ്മുടെ ബ്രെയിൻ റിലേറ്റഡോ അങ്ങനെയൊക്കെ വരുന്നത് മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ അസുഖമല്ലേ. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത്, വളരെ ചെറുതെന്നുള്ള അർത്ഥം. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ, ഒരെണ്ണം, മോണോസൈറ്റ്സ്. പിന്നെ നമ്മളുടെ ബോൺ മാരോ അല്ലെങ്കിൽ സ്പൈനൽ കോഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് മൈലോ. മസിൽസുമായിട്ട് റിലേറ്റഡ് ഉള്ളതാണ് മയോ എന്ന് പറയുന്നത്, മയോകാർഡിയം. മയോ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു മസിൽ. നാസ് റിലേറ്റിംഗ് ടു നോസ്, നാസോ അല്ലെങ്കിൽ നാസ് റിലേറ്റിംഗ് ടു നോസ്. നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ,
നിയോനാറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ ബേബി എന്നൊക്കെ നമ്മൾ പറയില്ലേ, നിയോ ന്യൂ. അടുത്തത് നെഫ്രോ, നെഫ്രോളജിസ്റ്റ് അല്ലെ, റിലേറ്റിംഗ് ടു കിഡ്നി. നെഫ്രോ റിലേറ്റിംഗ് ടു കിഡ്നി, നെഫ്രോളജി, നെഫ്രോളജിസ്റ്റ് കിഡ്നിയുടെ മാത്രം കാര്യങ്ങൾ നോക്കുന്ന ഒരു ഡോക്ടർ. ഇപ്പൊ എല്ലാ ഓർഗന്റെ റിലേറ്റഡ്, കാർഡിയോളജിസ്റ്റ്, അങ്ങനെ ഗാസ്ട്രോ, അങ്ങനെ ഓരോന്നിനും ഓരോ ഡോക്ടേഴ്സ് ഉണ്ട്. പൾമണറോളജിസ്റ്റ് നമ്മുടെ ലങ്സിന്റെ ഭാഗത്ത് നോക്കാനായിട്ട് ഓരോന്നിനും ഓരോ ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നെഫ്രോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് അല്ലെ, നമ്മുടെ നെർവസ് സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ് ന്യൂറോ വരുന്നത്. നോക്ട് നൈറ്റ്, രാത്രിയിൽ എടുക്കേണ്ട ടാബ്ലറ്റ് എന്നോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ. ഒളി അല്ലെങ്കിൽ ഒളിഗോ എന്ന് പറയുന്നത് കുറവ്, എഫിഷ്യൻസി വളരെ കുറവെന്നുള്ളത്. പിന്നെ നെർവസ് സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ് O4 അല്ലെങ്കിൽ ഓഫോറക്ടോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റമാറ്റിന്റെ സ്റ്റഡി, അതിന്റെ ടെസ്റ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. O4O എന്ന് എഴുതിയിട്ട് CTOMY തന്നിരിക്കുന്ന പ്രിഫിക്സ് അങ്ങനെ തന്നെ എഴുതാം. O4O CTOMY, ഓഫോറക്ടമി. അടുത്ത നമുക്കറിയാം ഒപ്താൽമോ. ഒപ്താൽമോ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ദി ഐ, ഒപ്താൽമോളജിസ്റ്റ്, ഒപ്താൽമോളജി, അതുമായിട്ട് റിലേറ്റഡ് സ്റ്റഡിയാണ് ഒപ്താൽമോളജി. അതിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഒപ്താൽമോളജിസ്റ്റ് അല്ലെ. പിന്നെ ഓർക്കിഡ്, റിലേറ്റിംഗ് ടു ദി ടെസ്റ്റിക്കിൾസ്, റീപ്രൊഡക്ടറി സിസ്റ്റം ആണ്, റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ്. അതാണ് ഓർക്കിഡോ അല്ലെങ്കിൽ ഓർക്കിയോ, അതും അത് തന്നെ റിലേറ്റിംഗ് ടു ദ ടെസ്റ്റിക്കിൾസ്. അതായത് 85, 86, 87 ഈ മൂന്നും റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ്. ടെസ്റ്റിക്കിൾസ് മെയിൽ റീപ്രൊഡക്ടറി സിസ്റ്റം ആണ്, അതിൽ നിന്നാണ് സ്പെം ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ. നമുക്കവിടെ 85, 86, 87 ഈ മൂന്നും ടെസ്റ്റിക്കിൾസ് റിലേറ്റഡ് ആണ്. ഓർക്കിഡോ, ഓർക്കിയോ, ഓർത്തോ ഡയറക്റ്റ് ഓർ നോർമൽ. ഓർത്തോ ഡയറക്റ്റ് ഓർ നോർമൽ ആണ് ആ മീനിങ്ങിന്റെ വേർഡ്. ഓർത്തോ സർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലിന്റെ ഡോക്ടറാണ്, എല്ലിന്റെ സർജറി ചെയ്യുന്ന ആള് ഓർത്തോ സർജൻ എന്ന് പറയും. പിന്നെ ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ബോൺ, നമ്മുടെ എല്ലുമായിട്ട് റിലേറ്റഡ് ആണ് ഓസ്റ്റിയോ എന്ന് പറയുന്നത്. ഓസ്റ്റിയോപ്രോസിസ് കേട്ടിട്ടില്ലേ, ഓസ്റ്റിയോ ബോണുമായിട്ട് റിലേറ്റഡ് ആണ്. ചെവിയുമായിട്ട് റിലേറ്റഡ് ആണ് ഓട്ടോ, എന്നും പറയും. ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുമായിട്ട് റിലേറ്റഡ് ആണ്. പ്രിഫിക്സ് ഓരോന്നും നമുക്ക് ചിലത് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് മുഴുവൻ നിങ്ങൾ കാണാതെ പഠിക്കാൻ പോയാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ കളേഴ്സിന്റെ വരുന്നത്, പിന്നെ കാർഡിയോ റിലേറ്റഡ്, പിന്നെ നമ്മുടെ യൂട്രസ് റിലേറ്റഡ് പറഞ്ഞത്, ബോൺസുമായിട്ട് റിലേറ്റഡ് ചെയ്ത് പറഞ്ഞത്, പിന്നെ കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞത്, അങ്ങനെ ചില ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ആ രണ്ട് ലിങ്കും കൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സമാധാനമാവും. കാരണം വെച്ചാൽ കംപ്ലീറ്റ് മീനിങ്ങും കാര്യങ്ങളും ഉള്ളത് കാരണം, ഈ എക്സാമ്പിൾ സഹിതമുള്ളത് കാരണം നമുക്ക് എളുപ്പമുണ്ട്. ഞാൻ അതിന് വേണമെങ്കിൽ രണ്ടു മൂന്നെണ്ണം ഒന്ന് പറയാം. ജസ്റ്റ് പ്രിഫിക്സും സഫിക്സും അതിന്റെ ഇൻട്രോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ആൻഡ്, ട്രൂ, ആൻറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും എക്സാമ്പിൾ, മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ. ആദ്യം പ്രിഫിക്സ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്, മീനിങ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിന്റെ എക്സാമ്പിൾസ്. അതാവുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഇത് നോക്കി പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ബാഡ്, അബ്നോർമൽ എന്ന് കൊടുത്തിട്ടുണ്ട്. മാൽ ന്യൂട്രീഷൻ ഞാനൊരു പറഞ്ഞു. ഇതിനകത്ത് മാലിഗ്നന്റ് എന്ന് പറഞ്ഞു. ചില ഗ്രോത്ത് ഒക്കെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ അത് മാലിഗ്നന്റ് ആണ്, അത് മോശമാണ്, ആ രീതിയിൽ പറയാറുണ്ട്. ഇതിനകത്ത് ഒരു പ്രിഫിക്സ് കൊടുത്തിട്ടുണ്ട്, ഓക്സി എന്ന് പറയുന്നത്. ഓക്സിക്ക്
മൂന്ന് മീനിങ് പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പ്, OXY ഓക്സി ആണ്. ഷാർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്സിജൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് ഓക്സിടോക്സിൻ ആണ്. പിന്നെ ഫാർമക്കോ, അതൊരു പ്രിഫിക്സ് ആണ്. അതിന്റെ മീനിങ് പറഞ്ഞിരിക്കുന്നത് ഡ്രഗ്, മെഡിസിൻ ആണ്. അതിന്റെ എക്സാമ്പിൾ ഫാർമസിസ്റ്റ്. ഇത് ഓരോ സെക്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കോമൺ പ്രിഫിക്സ് എന്ന് ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി പാർട്ട് പ്രിഫിക്സ് എല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ട് പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ട് ബോഡിയുടെ പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രിഫിക്സും അതിന്റെ എക്സാമ്പിളും മീനിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് കളർ പ്രിഫിക്സസ്. ഇത് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്ന ലിങ്ക് അല്ല കേട്ടോ. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് വെക്കാം. പിന്നെ കളർ പ്രിഫിക്സ്, നമ്മളിപ്പോ കളറിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ കളർ കണ്ടോ, ബ്ലൂ, സൈനോ, റെഡ്, എർത്ത്രൂ, വൈറ്റ്, ലൂക്കോം, എല്ലാം ബ്ലാക്ക് എല്ലാം വരുന്നുണ്ട്. ഗ്രീൻ, ഫ്ലോർ കൊടുത്തിട്ടുണ്ട്, ക്ലോറോഫിൽ, അങ്ങനെ പറഞ്ഞിട്ട് കളർ പ്രിഫിക്സസ്. ഇതില് എല്ലാം ഒന്നും നിങ്ങൾക്ക് വേണ്ട. മെഡിക്കലിലും പിന്നെ കോമൺ ആയിട്ടുള്ള പ്രിഫിക്സും പിന്നെ കളർ പ്രിഫിക്സും മതി. പിന്നെ ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ പ്രിഫിക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ബിഫോർ, ടുവേർഡ്സ്, ഇൻ ഫ്രണ്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ പറഞ്ഞു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് ഈ നോട്ടില് ഇതിനകത്ത് ഓരോ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡയ, എക്രോസ്, ത്രൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡയഗ്നോസിസ്, ഞാൻ ആ പറഞ്ഞ എക്സോക്രൈൻ ഗ്ലാൻഡും എൻഡോക്രൈൻ ഗ്ലാൻഡും കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ട് പ്രിഫിക്സ് യൂസ് ചെയ്തേക്കാൻ ECT അല്ലെങ്കിൽ ECTO, അതിന്റെ ഒപ്പം തന്നെ എക്സോയും കൊടുത്തിട്ടുണ്ട്. രണ്ടിന്റെ മീനിങ് ഒന്ന് തന്നെയാണ്. എക്ടോ, എക്സോ, ഈ മൂന്ന് പ്രിഫിക്സിന്റെ മീനിങ് ഔട്ടർ, ഔട്ട്സൈഡ്. എക്സാമ്പിൾ എക്സോക്രൈൻ ഗ്ലാൻഡ്. പിന്നെ ഉള്ളില്, ഇൻസൈഡ്, വിത്തിൻ, ഇന്നർ എന്നുള്ളതിന്റെ പ്രിഫിക്സ് ആണ് എൻഡ്, എൻഡോ. END ഉണ്ട്, ENT ഉണ്ട്, ENTER ഉണ്ട്. സോ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ കുറെ ഉണ്ട്. ക്വാണ്ടിറ്റി പ്രിഫിക്സസ് നമ്മൾ ബൈ പറഞ്ഞു, ഹെമി പറഞ്ഞു, ഹാഫിന്, ബ്രാഡി പറഞ്ഞു, സ്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കില്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. ഓരോ കാറ്റഗറി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രിഫിക്സും സഫിക്സും ഒക്കെ ആണെങ്കിൽ അതല്ലേ എളുപ്പം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിയലായിട്ട് കിടക്കണമെന്നാണ് എളുപ്പം. ആരും ഒന്നും പറയണില്ലല്ലോ. ക്ലാസ്സിൽ ആരും ഇല്ലേ? എന്ത് പറ്റി? ആരും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, ഞാനിത് ഷെയർ ചെയ്തേക്കാം കേട്ടോ. നമ്മളിപ്പോ ഇവിടെ വരെ വന്നു. ടെസ്റ്റിക്കിൾസ്, മെയിൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാണ് ടെസ്റ്റിക്കിൾസ്. അതാണ്. അപ്പൊ അത് ഓർക്കിഡോ, ഓർക്കിയോ, ഓരോ അങ്ങനെ പറയും. ഓർത്തോ പറഞ്ഞു, OST പറഞ്ഞു, റിലേറ്റിംഗ് ടു ബോൺ. OT അല്ലെങ്കിൽ ഓട്ടോ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ഇയർ. പാര, ഡിസൈഡ്, ഒരു സൈഡിലായിട്ട് എന്നുള്ള രീതിയിൽ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. സൈഡ്, ബിസൈഡ്സ് മീനിങ് ഡിഫറെന്റ് ആണ്. ബിസൈഡ്സ് പറഞ്ഞാൽ അതിനും പുറമെ, ബിസൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സൈഡിൽ എന്നുള്ള. പിന്നെ പാത്ത്, റിലേറ്റിംഗ് ടു ഡിസീസ്, അസുഖമായിട്ട് റിലേറ്റ്. പാത്തോളജിസ്റ്റ്, പാത്തോളജി ലാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ്, പല രക്തം, കഫമലം അങ്ങനെയുള്ളതൊക്കെ പരിശോധിക്കുന്ന ലാബുകളാണല്ലോ. പാത്തോ, റിലേറ്റിംഗ് ടു ഡിസീസ്. പെർ എന്ന് പറഞ്ഞാൽ ത്രൂ. പെരി എന്ന് പറഞ്ഞാൽ അറൌണ്ട്. പെരിക്കാർഡിയം എന്ന് കേട്ടിട്ടില്ലേ? പെരി, അറൌണ്ട്. ഫാഗ് അല്ലെങ്കിൽ ഫാഗോ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ഈറ്റ്, ഭക്ഷണം, ഫുഡ് കഴിക്കുന്നതായിട്ട് റിലേറ്റഡ്. അടുത്തത് പാരിൻഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റിംഗ് ടു ത്രോട്ട്. നമുക്ക് ഇവിടെ പാരനെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് ഉണ്ട് നമ്മുടെ. അവിടെയാണ് ഈ ടോൺസിലൈറ്റിസ് ആ ഒരു അസുഖം വരുന്ന ഒരു ഭാഗമാണ് പാരനെക്സ് എന്ന് പറയുന്നത്. ഫ്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലേറ്റിംഗ് ടു വെയിൻ. നമ്മളുടെ വെയിനിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന വെയിൻ, അതിന്റെ റിലേറ്റഡ് ആണ് ഫ്ലബ്. നിങ്ങൾ ലബോറട്ടറി ആ ചാപ്റ്റർ പഠിച്ചതിനകത്ത് ഉണ്ടാവും. ഫ്ലബോട്ടമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഈ നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്ത് നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്തെടുക്കുന്ന ഒരാളാണ് ഫ്ലബോട്ടമിസ്റ്റ് എന്ന് പറയുന്നത്. ഫ്ലബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു വെയിൻ, നമ്മുടെ വെയിനിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുന്ന ആ പ്രൊഫഷൻ ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ഫ്ലബോട്ടമിസ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പ്രിഫിക്സ് എഴുതുക, അതായത് O വരെ എഴുതുക, അതിനുശേഷം TOMIST ഫ്ലബോട്ടമിസ്റ്റ്. അടുത്ത പ്രിഫിക്സില് ഒരു എച്ചും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. THENUM, റിലേറ്റിംഗ് ടു ലങ്സ്, എയർ ഓർ റെസ്പിറേഷൻ. അങ്ങനെ ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് PH ഇത് വരുന്ന ഒരു അസുഖം ഏതാ? അസുഖമല്ല, ഒരു അവസ്ഥ. ലങ്സിൽ ഇൻഫെക്ഷൻ വരുന്നതിന് അവസ്ഥയ്ക്ക് എന്താ പേര് പറയുന്നത്? ന്യൂമോണിയ. ഓക്കെ. അടുത്ത പോളി എന്ന് പറയുന്നത് മൾട്ടി, ധാരാളം. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പോളി, മൾട്ടി, ധാരാളം. പോസ്റ്റ്, ആഫ്റ്റർ, ബിഹൈൻഡ്, ശേഷം. നമ്മൾ പറഞ്ഞു ഡെലിവറിക്ക് ശേഷം വരുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് നമ്മളൊരു പേര് പറഞ്ഞിട്ടായിരുന്നു നമ്മള് ലേബർ റൂമിൽ. കാണോ? അതേലോ, ലേബർ റൂമിൽ പറഞ്ഞില്ലേ എന്തായിരുന്നു അതിന്റെ പേര്? ഡെലിവറിക്ക് ശേഷം അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു മെന്റൽ ബാലൻസിൽ ഒരു ചെറിയൊരു പ്രശ്നം എന്തായിരുന്നു? പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം ഉണ്ടല്ലേ. ബോഡി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പരിപാടി, അതും. പ്രീ, ബിഫോർ, മുമ്പ്. പ്രോ, ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ്. അടുത്തത് പ്രോ അല്ലെങ്കിൽ പ്രോക്ടോ, റിലേറ്റിംഗ് ടു ദി റെക്ടം. റെക്ടവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് പ്രോ എന്ന് പറയുന്നത്. പ്രോക്ടോ, പ്രോ അല്ല, പ്രോക്ടോ. സ്യൂഡോ, ടേക്ക്, എടുക്കുക എന്നുള്ള മീനിങ്. സൈക്കോ, മൈൻഡുമായിട്ട് റിലേറ്റഡ്. സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് അല്ലെ. റിലേറ്റിംഗ് ടു ലങ്സ്, പൾം അല്ലെങ്കിൽ പൾമോ, പൾമണോളജിസ്റ്റ്. ലങ്സിന്റെ ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന, അതിൽ സ്പെഷ്യലൈസ് ആയിരുന്ന ഡോക്ടറാണ് പൾമണോളജിസ്റ്റ്. പൾമണോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് സ്റ്റഡി. PUR, പെർ, റിലേറ്റിംഗ് ടു പസ്, പഴുപ്പ്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും രീതിയിലുള്ള പസ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യുന്നതാണ് PUR, പെർ. പൈലോ, റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ്. പയോ 107ഉം 109ഉം. ഓക്കെ. PUR-ഉം PYO, പയോ, അത് രണ്ടും റിലേറ്റിംഗ് ടു പസ് ആണ്. പോൾട്രി, ഇത് മെഷർമെന്റിന്റെ 4 ആണ് മീനിങ്. വാർ, അതും 4 ആണ്. വാട്ട്, അതും 4 ആണ്. ആ 3 4 കാണിക്കാനാണ് മെഷർമെന്റിന്റെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ആണ്. കോഡ് അല്ലെങ്കിൽ കോഡ്രി, കോർ, വാട്ട്. റെട്രോ, ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്, പുറകിൽ എന്നുള്ള മീനിങ്. റൈനോ, റിലേറ്റിംഗ് ടു ദ നോസ്. നമ്മൾ നേരത്തെ നോസിനെ റിലേറ്റ് ചെയ്ത് ഒരെണ്ണോട് പറഞ്ഞിരുന്നല്ലോ, എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാസ്, NAS അല്ലെങ്കിൽ NASO, നാസ് അല്ലെങ്കിൽ നാസോ, അതും റൈനോ, റിലേറ്റിംഗ് ടു നോസ്. നെക്സ്റ്റ് സ്ലീപ്പിംഗ്, സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു എ ട്യൂബ്, ട്യൂബിന് റിലേറ്റഡ് ആണ്. അടുത്തയില് സ്ക്ലീറോ ആണ്. അവിടെ ഒരു D ഇല്ല. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഞാൻ സ്ക്രോൾ ചെയ്തത്. നമുക്ക് അവിടെ D ആണ് കൊടുത്തിരിക്കുന്നത്. D അല്ല, അവിടെ S ആണ്. D കട്ട് ചെയ്തിട്ട് നിങ്ങളത് S ആക്കുക. സ്ക്ലീറോ, സ്ക്ലീറോസിസ്, റിലേറ്റിംഗ് ടു ദ സ്ക്ലീറ, നമ്മളുടെ കണ്ണിലുള്ള ഭാഗമാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. സെമി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓർ പാർഷ്യൽ, പകുതി. ഇതും മെഷർമെന്റ് റിലേറ്റഡ്. സബ്, അണ്ടർ ഓർ സബ്വാൾട്ട്. സൂപ്പർ, സുപ്പീരിയർ, അബൻഡന്റ്, ധാരാളം, മോർ ദാൻ നോർമൽ, വളരെ അധികം എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് സൂപ്പർ.
സൂപ്ര എബോ മുകളിൽ. ടാക്കി സ്പീഡി. ടാക്കി കാർഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലുള്ള ഹാർട്ട് ബീറ്റ്സ്. ടാക്കി സ്പീഡി. തെർമ എന്ന് വെച്ചാൽ ചൂട്, റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ. നെക്സ്റ്റ് ത്രോവാക്ക് റിലേറ്റിംഗ് ടു ദി ചെസ്റ്റ്. നമ്മുടെ ചെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ് ത്രോവാക്ക് അല്ലെങ്കിൽ ത്രോവാക്കോ. അതിന്റെ റിലേറ്റഡ് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ സർജറി ഒക്കെ പറയുമ്പോൾ ത്രോവാക്ക് അത് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കും. ട്രാൻസ് അതർ സൈഡ് ഓഫ്, മറ്റു സൈഡിലേക്ക്. ട്രൈ അത് മെഷർമെന്റ് 3. യൂണി 1, യൂണി സെല്ലുലാർ അങ്ങനെ കേട്ടിട്ടില്ലേ. വാസ് അല്ലെങ്കിൽ വാസോ എന്ന് പറയുന്നത് വെസൽ. 116 കറക്റ്റ് ചെയ്യുക, സ്ക്ലീറോ ആണ്. സ്ക്ലീറോ. അത് പ്രിഫിക്സ് നമ്മൾ ഇത്രയും പറഞ്ഞു. ഇതിനകത്ത് കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രിഫിക്സ് ഉണ്ട്. മെഡിക്കൽ ടേമിൽ യൂസ് ചെയ്യുന്നത്, മെഷർമെന്റ് കാണിക്കുന്നത്, അല്ലാതെ ഓരോ മീനിങ് കാണിക്കുക, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ സഫിക്സും ഇതിലുണ്ട്, കോമൺ സഫിക്സും. ഓരോ ഓരോ പ്രൊസീജിയർ നടത്തുമല്ലോ മെഡിക്കൽ ടെർമിനോളജി, മെഡിക്കൽ ഫീൽഡില്. ആ പ്രൊസീജിയറിൽ യൂസ് ചെയ്യുന്ന സഫിക്സ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലിങ്ക് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ, ഇന്ന് തന്നെ ഷെയർ ചെയ്തേക്കാം. നെക്സ്റ്റ് സഫിക്സ് പറഞ്ഞത് ഇതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായി. ഇത്രയും ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ നോട്ട് പോലെ എഴുതാന്ന് വെച്ചാൽ കുറേ ഉണ്ട്. നോട്ട് പോലെ എഴുതി തരാനാണെങ്കിൽ കുറേ വരും. അതിലും നല്ലത്. നെക്സ്റ്റ് സഫിക്സ് എന്താ? എൻഡ് ഓഫ് ദ വേർഡ് ആണ് സഫിക്സ് വരുന്നത് അല്ലെ. ആൾജിയ റിലേറ്റിംഗ് ടു പെയിൻ, ആ ഒരു സഫിക്സിൽ കാണുന്നില്ല. ആൾജിയേക്കാൾ ഫേജിയ കാണുന്നുണ്ട്, ഫാഗിയ കാണുന്നുണ്ട്. നെക്സ്റ്റ് റിലേറ്റിംഗ് ടു പെയിൻ ആണ് ആൾജിയ പറയുന്നത്. ഓർക്കം സഫിക്സ് ആണ്. എൻഡ് ഓഫ് ദ വേർഡിൽ വെച്ച് അതിന്റെ മീനിങ് മോഡിഫൈ ചെയ്യുന്നതാണ് സഫിക്സ്. പിന്നെ ആസ്തനോ. ആസ്തനോ എന്ന് പറഞ്ഞാൽ ഫീബിൾനെസ്, ഭയങ്കര ലോ ആയി ഭയങ്കര വീക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് ആസ്തനോ. ഓക്കെ. നെക്സ്റ്റ് ബ്ലാസ്റ്റ്. ഇമ്മച്ചുവർ ആയിട്ടുള്ള സെൽ, അതാണ് ബ്ലാസ്റ്റ് എന്നുള്ളതിന്റെ മീനിങ്. ബ്ലാസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ബ്ലാസ്റ്റ് ബഡ് ജംപ്, അണുക്കൾ എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് ബ്ലാസ്റ്റിന് പറയുന്നത്. ബ്ലാസ്റ്റ് വരാം, അല്ലെങ്കിൽ ബ്ലാസ്റ്റോ വരാം, അല്ലെങ്കിൽ ബ്ലാസ്റ്റിക് എന്ന് വരാം അവസാനം. നമ്മൾ പറഞ്ഞല്ലോ ചിലപ്പം വേർഡ് ലെറ്റേഴ്സിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി പ്രൊണൗൺസിയേഷനും മീനിങ്ങും ഒന്ന് കറക്റ്റ് ആക്കുന്നത്. ബ്ലാസ്റ്റോ എന്ന് വരാം, ബ്ലാസ്റ്റ് വരാം, ബ്ലാസ്റ്റോ വരാം, ബ്ലാസ്റ്റിക്. ബ്ലാസ്റ്റ് എന്നുള്ളതിന് കൂടെ ഓ ചേർക്കാം, IC ചേർക്കാം. അത് ജാം ഇമ്മച്ചുവർ ആയിട്ടുള്ള സെൽസ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, മൈലോ ബ്ലാസ്റ്റ്. അതുണ്ട് കേട്ടോ, ഇതിനകത്ത് ലിസ്റ്റിലുണ്ട്. അതൊന്ന് സ്പെല്ലിംഗ് പറയണ്ടല്ലോ, കാണാം. നെക്സ്റ്റ് സെൽ. സെല്ലി എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു എ ട്യൂമറോ അല്ലെങ്കിൽ സെല്ലിംഗ്, ഒരു നീര് പോലുള്ളതിനെയോ റിലേറ്റ് ചെയ്യുന്നതാണ് സെലി എന്ന് പറയുന്നത്. ഇതിനകത്തില്ല. നെക്സ്റ്റ് synthesis. Synthesis relating to a procedure in which an organ or body cavity is punctured, often to drain surplus fluid or get a sample for analysis. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില ആൾക്കാരുടെ വയറ് ഭയങ്കരമായിട്ട് വീർത്ത് ഫ്ലൂയിഡ് നിറയെ, കുറച്ച് പ്രായമൊക്കെ ആയി എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആവുമ്പോഴേക്കും എന്നിട്ട് ഫ്ലൂയിഡ് കുത്തിക്കളയാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. ആ ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ എന്ന് പറയുന്ന പേര് തോറാസെന്റിസിസ്. അതായത് തോറ എന്ന് ആദ്യം ചേർക്കുക, പിന്നെ നമ്മുടെ സഫിക്സ് THORA, തോറാസെന്റിസിസ്. ആ പ്രൊസീജിയർ ആണിത്. ഇൻ വിച്ച് ആൻ ഓർഗൺ ഓർ ബോഡി ക്യാവിറ്റി ഈസ് പങ്ക്ചേർഡ്, ചെറുതായിട്ടൊന്ന് പങ്ക്ചർ ചെയ്യും, ഒരു ഹോള് പോലെ ഉണ്ടാക്കും. അതിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ
ഡ്രെയിൻ ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ ബയോപ്സി അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് സാമ്പിൾ എടുക്കും. അതാണ് മീനിങ്. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് തോറാസെന്റസിസ്. സെന്റസിസ് നിങ്ങൾക്ക് ഓൾറെഡി അവിടെ സഫിക്സ് ഉണ്ട്, THORA എന്ന് അതിന്റെ മുന്നിൽ ചേർത്താൽ ആ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊസീജിയറിന്റെ പേരാണ്. നെക്സ്റ്റ് സൈറ്റ്. സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെല്ലാണ്. സൈറ്റ് അല്ലെങ്കിൽ സൈറ്റിക് എന്നും ഉപയോഗിക്കും. ത്രോംബോസൈറ്റ് ഒരു എക്സാമ്പിൾ, ത്രോംബോസൈറ്റ്. എക്ടമി. പിന്നെ എക്ടമി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എന്താ പറയാ, ആസെക്ടമി അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ പ്രൊസീജിയർ കേട്ടിട്ടുണ്ടല്ലോ. സർജിക്കൽ റിമൂവൽ ഓഫ്, അതാണ് മീനിങ്. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ചെയ്യുന്നതാണ് വാസെക്ടമി. ഇത് ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ട് മെയിൽസിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് വാസെക്ടമി എന്ന് പറയുന്നത്. എക്ടമി, സർജിക്കൽ റിമൂവൽ ഓഫ്. ക്ലിയർ ആയല്ലോ? അനീമിയ നമുക്ക് വളരെ എളുപ്പം. അനീമിയ അല്ലെ, AN ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ കണ്ടോ, ഒരു പ്രിഫിക്സും ഒരു സഫിക്സും കൂടെ ചേർന്നപ്പോ ഒരു മെഡിക്കൽ വേർഡായി മാറിയില്ലേ അനീമിയ. പ്രിഫിക്സ് ആയ AN ചേർത്തു, സഫിക്സ് ആയ EMI കൂടെ ചേർന്നപ്പോ അതൊരു റൂട്ട് വേർഡ് ആയിരിക്കും, ഒരു മീനിങ് ഉള്ള വേർഡായി മാറി. അങ്ങനെ നമ്മൾ റൂട്ട് വേർഡിൽ പറഞ്ഞു. ചിലപ്പോൾ അത് പ്രത്യേകം വേർഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രിഫിക്സും സഫിക്സും ചേർന്നതായിരിക്കാം റൂട്ട് വേർഡ്. റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. നമ്മുടെ അനീമിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ബോഡിയിൽ ബ്ലഡിന്റെ ലെവൽ എത്രയുണ്ടെന്ന് പറയുന്നതാണ്. കുറവാവുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. ഒരു ബ്ലഡ് കണ്ടീഷൻ, അതാണ് അനീമിയ എന്ന് പറയുന്നത്. ഈമിയ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഒരു ബ്ലഡ് കണ്ടീഷൻ ആണ്. കുറച്ചുകൂടെ ഒന്ന് ഈസി ആയോ? ഞാനിപ്പോ ആ ലിസ്റ്റ് കൂടെ എടുത്ത് വെച്ചിട്ടാ പറയുന്നത്. ജെനിക്. ജെനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടിങ്. വരുന്നോ നോക്കട്ടെ. ജെനിക്. ഗ്രാം ഉണ്ട്. ഗ്രാമിന്റെ മീനിങ് റെക്കോർഡ്. ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാം നമ്മളുടെ ഹാർട്ടിന്റെ അത് ECG അത് ചെയ്ത് വെക്കുന്നതാണ്, അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഗ്രാം എന്നുള്ളതിന്റെ മീനിങ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ ഇലക്ട്രോ കാർഡിയോഗ്രാം. റെക്കോർഡ് അല്ലെങ്കിൽ പിക്ചർ എടുക്കുക, അതൊക്കെയാണ് മീനിങ്. ഗ്രാഫ്, അതിന്റെ ഗ്രാഫ് പ്രിന്റ് ഔട്ട് എടുക്കുന്നു. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെ, റെക്കോർഡ് ഓർ ദ ഡിവൈസ് യൂസ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. റെക്കോർഡ്, അതിന്റെ ആ റെക്കോർഡ് എടുക്കുന്നു, അല്ലെങ്കിൽ ആ ഡിവൈസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ITIS. അടുത്തത് സ്വെല്ലിംഗ്, നീര് വെച്ച പോലെ, അതാണ് മീനിങ്. ഇൻഫ്ലമേഷൻ അല്ലെ, ഫോർ എക്സാമ്പിൾ വരുന്നത് ആർത്രൈറ്റിസ് ആണ്. വാദമൊക്കെ വരുമ്പോൾ ഒരുമാതിരി ഇൻഫ്ലമേഷൻ, സ്വെല്ലിംഗ് പോലെയല്ലേ, ഭയങ്കര പെയിൻ ആയിരിക്കും. ഓക്കെ, ആർത്രൈറ്റിസ്. അപ്പൊ ആർത്ര എന്നുള്ള നമുക്കറിയാവുന്നത്. അപ്പൊ അതിന്റെ കൂടെ ITIS ചേർത്തപ്പോ ആർത്രൈറ്റിസ് ആയി. ARTHR എഴുതിയിട്ട് നമ്മളുടെ ഈ സഫിക്സും കൂടെ വന്നപ്പോ ആർത്രൈറ്റിസ്. എനിക്ക് തോന്നുന്നു ഇത്രയും പ്രഫിക്സ് കഴിഞ്ഞിട്ട് സഫിക്സിലേക്ക് എത്തുമ്പോ ഇച്ചിരി ഒന്ന് എളുപ്പമായോ? ഒന്ന് ബുദ്ധിമുട്ടാണോ? പിന്നെ ഇച്ചിരി എളുപ്പമുണ്ടോ? അതെ, കുറെയൊക്കെ കോമൺ ആണ് അല്ലെ. ആർത്രൈറ്റിസ്. പിന്നെ ലൈസിസ്. ലൈസിസ് ബ്രേക്ക് ഡൗൺ, ഡിസ്ട്രക്ഷൻ, ഡിസോൾവിങ്, അതൊക്കെയാണ് മീനിങ്. ബ്രേക്ക് ഡൗൺ ആവുക, നശിച്ചു പോവുക, ഒക്കെ. ഡിക്ലൈൻ, ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ, അതാണ് ലൈസിസ് വരുന്നത്. ലൈസിസ് എന്നും പറയും, ലൈറ്റിക് എന്നും പറയും. LYTIC അതിന്റെ കൂടെ എഴുതി വെച്ചു. LYT നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ, ഇതിനകത്തുണ്ട്, ഞാൻ എടുത്തു വെച്ചിരുന്ന ലിസ്റ്റിലുണ്ട്. ബ്രേക്ക് ഡൗൺ, ഡിസ്ട്രക്ഷൻ, ഡിസോൾവിങ്. ഓസ്റ്റിയോലൈറ്റിക്. ഓസ്റ്റിയോലൈറ്റിക് എന്ന് പറഞ്ഞാൽ കോസിംഗ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ബോൺ. ഈ ബോണിന്റെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതാണ് ഓസ്റ്റിയോലൈറ്റ്. നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ ആദ്യം സഫിക്സിന്റെ അല്ലെങ്കിൽ പ്രിഫിക്സിന്റെ പേര്, അതിന്റെ മീനിങ്, അതിനുശേഷം എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ എല്ലാം ബ്ലൂ ലെറ്ററിൽ എഴുതിയേക്കുന്നത്. ആ എക്സാമ്പിളിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താണ് ഫുൾ മീനിങ് അപ്പൊ തന്നെ സ്ക്രീനിൽ വരും. ആ രീതിയിലാണ് ഈ ലിങ്ക്. എളുപ്പമുണ്ടായിരിക്കും പഠിക്കാൻ. അപ്പം എന്താ പറയുക, ഓസ്റ്റിയോലൈറ്റിക് അല്ലേ, അതിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഒറ്റ സെന്റൻസിൽ അതിന്റെ എക്സ്പ്ലനേഷൻ വന്നു. കോസിംഗ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ബോൺ.
ബോണ്ടിന്റെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതാണ് ഓസ്റ്റിയോഡൈട്രിക്. അതിന്റെ നാശം സംഭവിക്കുന്നത് അല്ലെ, ഇതിനൊരു ഡിസ്ട്രക്ഷൻ സംഭവിക്കും. എളുപ്പമുണ്ട് ഈ ഒരു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തത് എന്തായിരുന്നു? ലൈസിസ് പറഞ്ഞു. മെഗലി. മെഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലുപ്പം കൂടുക, എൻലാർജ്മെന്റ്, എക്സ്പാൻഷൻ ഓഫ്. എന്താണ് മെഗലി എന്ന് പറയുന്നത്? അക്രോമെഗലി. മെഗലിയുടെ മുമ്പിൽ അക്രോ, നമ്മളുടെ ഒരു പ്രിഫിക്സ് ആയിരുന്നു അക്രോ, ഓർമ്മയുണ്ടോ? അക്രോ എന്നൊരു പ്രിഫിക്സ് വന്നത് സിവിയർ കണ്ടീഷൻ, അങ്ങനെ എന്തോ മീനിങ് ഉള്ളത്, ശരിയല്ലേ? അക്രോ ചെയ്തേക്കാം. സിവിയറിറ്റിന്നോ അങ്ങനെ ഒരു മീനിങ് ആയിരുന്നു. റിട്ടേൺ ടു ആൻഡ് സിവിയറിറ്റി. നമുക്ക് അവിടെ അതിനൊരു ഇത് കിട്ടിയില്ലായിരുന്നു. അപ്പൊ അത് ഇതിനകത്തുണ്ട്. അക്രോമെഗലി. അക്രോ എന്നുള്ള പ്രിഫിക്സും മെഗലി എന്നുള്ള സഫിക്സും കൂടെ ചേർന്നു. അക്രോമെഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ഡിസോർഡർ that results in the growth of bones in the face, hands and feet in response to excessive levels of growth hormone in individuals who have stopped growing. ഒരു ഡിസോർഡർ ആണ് നമ്മളുടെ ഫേസിലെ ബോൺസ്, കയ്യിലെ ബോൺസ്, ഫീറ്റിലെ ബോൺസ്, അതിനുണ്ടാവുന്ന ഒരു എൻലാർജ്മെന്റ് ആണ്. നമ്മളൊരു പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ എല്ലിന്റെ ഒക്കെ വളർച്ച നിൽക്കും. പക്ഷേ ചിലരിൽ ഇത് ഡിസോർഡർ ആയിട്ട് അതിങ്ങനെ വളരുന്നുണ്ട്. ചിലർക്ക് മുറിച്ചു കളയും, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ. ആ ഒരു ഡിസോർഡർ ആണിത്. മുറിച്ചു കളയേണ്ടതായിട്ട് വരും, എല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം ഹ്യൂമൻ ഗ്രോത്തിന്റെ ഓരോ സ്റ്റേജിലും ഓരോന്നിന്റെയും ഓരോ ഗ്രോത്തും ആ വളർച്ച ഓരോന്നും നിൽക്കുന്ന സ്റ്റേജ്, ഇപ്പൊ ഹൈറ്റ് വെക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതൊരു ഡിസോർഡർ ആണ്. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ നമ്മളുടെ പ്രിഫിക്സും നമുക്ക് ഓക്കെ ആയി, സഫിക്സും ഓക്കെ ആയി. ബോൺ എല്ലുകളുടെ അമിത വളർച്ച, അതാണ് എന്തായിരുന്നു പറഞ്ഞേ? അക്രോമെഗലി. അക്രോ എന്ന് വെച്ചാൽ സിവിയർ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. മെഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻലാർജ്മെന്റ്. ഇവിടെ ബോണിൽ ഉണ്ടാകുന്ന എൻലാർജ്മെന്റ് ആണ്. അപ്പം അത് ക്ലിയർ ആയില്ലേ, മെഗലി എന്നുള്ളത്. ഈ ഓളജി, സയൻസ് ഓഫ് ബയോളജി, ബയോടെക്നോളജി, സുവോളജി അല്ലെ. അത് പറയുന്നില്ല, അത് എളുപ്പമാണല്ലോ. ഓളജി എന്ന് പറയുമ്പോൾ ബയോളജി, ബയോടെക്നോളജി, സുവോളജി, ലൈഫ് ആയിട്ട് സയൻസോ. ഇതിനകത്ത് നമുക്ക് അവിടെയും ബയോ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ആയിരുന്നു. ആ പ്രിഫിക്സും ഈ സഫിക്സും കൂടെ ചേർന്നപ്പോ നമുക്കൊരു മീനിങ് ഉള്ള വേർഡ് കിട്ടി. ട്യൂമർ, ബോഡിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മുഴ, ട്യൂമർ. ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, ആൻജിയോസർകോമ, a type of cancer that begins in the cells that line blood vessels or lymph vessels. ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. നമുക്കറിയാം ബ്രെയിൻ ട്യൂമർ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണെന്ന് തന്നെ പറയാം. ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ ശരീരത്തിന്റെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്യാൻസർ. ആൻജിയോസർകോമ, എ ടൈപ്പ് ഓഫ് ക്യാൻസർ. ഓമ കിട്ടി, ട്യൂമർ, ആൻജിയോസർകോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോ നമ്മളുടെ ഒരു പ്രിഫിക്സ് ആയിരുന്നു, ഓർമ്മയുണ്ടോ? ഓക്കെ. പിന്നെ അതിന്റെ കൂടെ ഒരു SAR ഒരു കോമ, SAR, ആൻജിയോസർ വന്നു. ആൻജിയോസർകോമ ടൈപ്പ് ഓഫ് ട്യൂമർ. പിന്നെ ഓസിസ്, റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. ഓസിസ് നമ്മുടെ കണ്ടീഷൻ യൂഷ്വലി അബ്നോർമൽ, അതാണ് ഓസിസ് വരുന്നത്. കണ്ടീഷൻ യൂഷ്വലി അബ്നോർമൽ. SIS എന്നുള്ള സഫിക്സും കൂടെ നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ സഫിക്സ് ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. SIS 34, എ പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ യൂഷ്വലി അബ്നോർമൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു പറഞ്ഞത്? ഓസിസ് അല്ലെ, റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. SIS-ഉം OSIS. എൻഡോമെട്രിയോസിസ്, എന്താന്ന് നോക്കാം. എ ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി പ്രസൻസ് ഓഫ് എൻഡോമെട്രിയൽ ലൈക്ക് ടിഷ്യൂ ഫോം ഔട്ട്സൈഡ് ദി യൂട്രസ്. യൂട്രസിന് പുറത്തായിട്ട് ഒരു ഗ്രോത്ത് പോലെ വരുന്നത്, ഒരു ടിഷ്യൂ ഉണ്ടാവുന്നതാണ് ഇത് എൻഡോമെട്രിയോസിസ്. മിക്കവാറും അത് കളയേണ്ടതായിട്ട് അങ്ങനെ വരുന്ന കേസസ് വരാം. യൂട്രസിന് പുറത്തായിട്ട് വരുന്ന ഒരു ടിഷ്യൂ.
OSIS-ഉം SIS-ഉം അതിന്റെ എക്സാമ്പിൾ ഇതിനകത്തുണ്ട്. എൻഡോമെട്രി എന്ന് എഴുതിയിട്ട് OSIS ആണ്. ഇതിലുള്ളത് കൊണ്ട് ഞാൻ സ്പെല്ലിംഗ് പറയണ്ടല്ലോ. നെക്സ്റ്റ് OSTOMY, ഓപ്പണിംഗ്. ഓസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ്, സർജിക്കൽ ക്രിയേഷൻ ഓഫ് ആൻ ഓപ്പണിംഗ് ഓർ ഹോൾ. കൊളോസ്റ്റമി, കൊളോസ്റ്റമി ചെയ്ത ആൾക്കാരെ കേട്ടിട്ടില്ലേ? അവർക്ക് ഈ മോഷൻ നോർമലി പോകില്ല, അപ്പൊ അവർക്ക് അവിടെ ഓപ്പണിംഗ് ചെയ്ത് ഒരു ബാഗ് അതുമായിട്ട് കണക്ട് ചെയ്യും അല്ലെ. കണക്ട് ചെയ്ത് ആ ബാഗിൽ കളക്ട് ചെയ്ത് അങ്ങനെയാണ് അവർ വേസ്റ്റ് കളയുന്നത്. കൊളോസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an opening into the column from the outside of the body. ബോഡിയുടെ പുറത്തുനിന്ന് ഒരു ഓപ്പണിംഗ് എടുക്കുന്നത് ഒരു അസുഖങ്ങൾ വരുമ്പോൾ ചെയ്യുന്ന പ്രൊസീജിയറാണ്. നെക്സ്റ്റ് ഓട്ടോമി. ഓട്ടോമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ ഇൻസിഷൻ. സർജിക്കൽ ഇൻസിഷൻ. ലാപ്രോട്ടമി ഒരു എക്സാമ്പിൾ ആണ്. ലാപ്രോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ ഇൻസിഷൻ മെയ്ഡ് ഇൻ ദ വോൾ ഓഫ് ദി അബ്ഡോമൻ. നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ ഒരു ചെറിയ ഹോൾ ഇടുന്നത്, അതിന്റെ സ്റ്റൊമക്കിന്റെ വോളില് ഒരു ഇൻസിഷൻ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ലാപ്രോട്ടമി. ഇതൊക്കെ ഈ ലിസ്റ്റിലുണ്ട് കേട്ടോ. പിന്നെ ഓട്ടോമിയും സെയിം തന്നെ. ഓട്ടോമിയാണ് പറഞ്ഞ സർജിക്കൽ ഇൻസിഷൻ. പതി എന്ന് പറഞ്ഞാൽ ഡിസീസ് ഓർ എ സിസ്റ്റം ഓഫ് ട്രീറ്റിംഗ് ഡിസീസ്. പതി. ലിംഫാഡെനോപ്പതി എന്ന് പറയുന്ന എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡിസീസ് അതാണ് മീനിങ്, അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്. ഡിസീസ് ഓഫ് സെല്ലിംഗ് ഓഫ് ദി ലിംഫ്. ലിംഫിൽ ഉണ്ടാകുന്ന ഒരു അസുഖം അല്ലെങ്കിൽ അതിന്റെ നീർക്കെട്ട്, അതാണ് ലിംഫാഡെനോട്ടമി എന്ന് പറയുന്നത്. അതൊക്കെ ഇതിലുണ്ട്. പിന്നെ ഫാഗിയ. ഫാഗിയ റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സാലോയിങ്. നമ്മൾ പ്രിഫിക്സിലും അങ്ങനെ പറഞ്ഞു, റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഒരെണ്ണം പറഞ്ഞിരുന്നു. റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സാലോയിങ്, വിഴുങ്ങുന്നതോ അങ്ങനെ എന്തെങ്കിലും. ഡിസ്ഫാഗിയ അതെന്താ നോക്കാം. ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അതാണ് ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ്. ഇറക്കാനുള്ള ബുദ്ധിമുട്ട് ഡിസ്ഫാഗിയ. ഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് എന്നുള്ള മീനിങ് അല്ലേ, അബ്നോർമൽ, ശരിയല്ലാത്തത് എന്നുള്ള മീനിങ് അല്ല. ഡിസ്ഫാഗിയ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു അത് നമുക്ക് ഭക്ഷണമൊക്കെ ഇറക്കാനോ ഒക്കെ അതിനുള്ള ഒരു ബുദ്ധിമുട്ട്. ഫാസിയ റിലേറ്റിംഗ് ടു സ്പീച്ച്. ഒരു എക്സാമ്പിൾ അഫാസിയ ചേർക്കുക. ലോസ് ഓഫ് ലാംഗ്വേജ് ഫങ്ഷൻ, സംസാരിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ. എന്തെങ്കിലും ഒരു ട്രോമ ഷോക്ക് ഒക്കെ വരുമ്പോഴേക്കും ശബ്ദം വരാതിരിക്കുക, പെട്ടെന്ന് അങ്ങോട്ട്. പക്ഷെ അതുവരെ ലൈവ് ആയിരുന്ന മനുഷ്യനുണ്ടെങ്കിൽ ഷോക്ക് സംഭവിക്കുമ്പോൾ അവരുടെ ശബ്ദം പെട്ടെന്ന് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. ഫോബിയ റിലേറ്റിംഗ് ടു ആൻ ഇറാഷണൽ ഫിയർ. ഫോബിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന ഒരു തരം പേടി. ഫോബിയ ഫോബിയ. പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറി, സർജിക്കൽ റിക്കൺസ്ട്രക്ഷൻ. എന്തെങ്കിലും അപ്പൊ മുഖത്തൊക്കെ ഭയങ്കര പരിക്ക് പറ്റി ഭയങ്കരമായിട്ട് മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ മാറി, അപ്പൊ നമ്മളത് റീകൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോസസ് ഇതാണല്ലോ പ്ലാസ്റ്റിക് സർജറി അല്ലെ. വെറ്റോബ്രോപ്ലാസ്റ്റി എന്നാണ് അതിന് പറയുന്നത്. പ്രൊസീജിയർ യൂസ് ടു റിപ്പയർ എ ബോൺ ഇൻ ദ സ്പൈൻ ദാറ്റ് ഹാസ് എ ബ്രേക്ക് കോസ്ഡ് ബൈ ക്യാൻസർ, ഓസ്റ്റിയോപൊറോസിസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ അസുഖങ്ങളൊക്കെ കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ബോണിന് പറ്റുന്നു, അതിന്റെ റിപ്പയർ, അതാണ് വെസ്റ്റിബ്രോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതുപോലെ പ്ലാസ്റ്റിക് സർജറിയുടെ ഏതും ഫേസിലാ ചെയ്യുന്നെങ്കിൽ അത് അങ്ങനെ. PNPA റിലേറ്റിംഗ് ടു ബ്രീത്തിങ്. നമ്മുടെ ഡിസ്പിനിയ പറഞ്ഞു, യൂപ്നിയ പറഞ്ഞു അല്ലെ. പ്രിഫിക്സ് പറഞ്ഞപ്പോ ഡിസ്പിനിയം പറഞ്ഞു, യൂപ്നിയം പറഞ്ഞു. ഡിസ്പിനിയ നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ്, യൂപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ്. റിലേറ്റിംഗ് ടു ബ്രീത്തിങ് ആണ് പീനിയ. അത് സ്ലീപ്പ് അപ്നിയ അതുമുണ്ട്. പിന്നെ ഈ ചിലരെ അറിയാലോ ഉറങ്ങുന്ന സമയത്ത് ബ്രീത്തിങ് ഒരു അബ്നോർമൽ ആകുന്നത്, അതാണ് സ്ലീപ്പ് അപ്നിയ. മറ്റേ ഡിസ്പിനിയും യൂപ്നിയും നിങ്ങൾക്ക് ഇവിടെ പറയാം. 3 ഇത് കിട്ടും. സ്ലീപ്പ് അപ്നിയ ഉണ്ട്. ടോസിസ്
ഡ്രൂപ്പിംഗ്. പ്രോസസ് ഡ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ താഴുക, ഫോളിങ്, അതൊക്കെയാണ് മീനിങ്. പ്രോസസ്. അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ബോഡിയിലെ ഓരോ സെല്ല് അങ്ങനെ ഡെത്ത് ആയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ഭാഗമായിട്ട് ഒരാള് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ, മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിയിലെ സെൽസിന് ഡാമേജ് സംഭവിച്ചുകൊണ്ടിരിക്കുക. ചില സെല്ലൊന്നും റീകൺസ്ട്രക്ട് ചെയ്യില്ലല്ലോ. നെക്സ്റ്റ് റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സസീവ് ഫ്ലോ, ഡിസ്ചാർജ്, ബ്ലഡ് ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുന്നു, അതൊക്കെയാണ് റേജ് എന്ന് പറയുന്നത്. ബ്ലീഡിങ്, ഹെമറേജ് സംഭവിക്കില്ലേ, ഹെമറേജ്, അതാണ് ഒരു എക്സാമ്പിൾ. എക്സസീവ് ഫ്ലോ, അത് വല്ലാതെ ബ്ലീഡിങ് സംഭവിക്കുന്നത്. 28 29 സെയിം തന്നെ. ഓക്കെ, ഹെമറേജ്. അടുത്ത റാഫ്. റിപ്പയർ ഓഫ്, അതൊക്കെയാണ് അതിന്റെ മീനിങ്. ഇവിടെ ഒരു ഇത് നമ്മുടെ ഇതിനകത്തില്ല. റിപ്പയർ ചെയ്യുക, ആ ഒരു മീനിങ് ആണ് റാഫ്. റിയ, ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഡയറിയ, ലൂസ് മോഷൻ വരലേ, ഡയറിയ ഒരു എക്സാമ്പിൾ ആണ്. റിയ, ഡയറിയ. DIA അതിനു മുമ്പ് ചേർക്കുക. DIA എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രിഫിക്സ് ആയിരുന്നു, അതും ഈ സഫിക്സും കൂടെ ചേർന്നപ്പോൾ നമുക്കൊരു മീനിങ് ഉള്ള വേർഡ് കിട്ടി, ഡയറിയ. ഫ്ലോ ഓർ ഡിസ്ചാർജ്, ലൂസ് മോഷൻ. സ്കോപ്പ്, ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. എൻഡോസ്കോപ്പ് കണ്ടിട്ടില്ലേ? ഫോർ എക്സാമിനിങ്. എൻഡോസ്കോപ്പ്, എ തിൻ tube-like instrument used to look at tissues inside the body. നമ്മുടെ ബോഡിക്കകത്തേക്ക് ആ ട്യൂബ് ഇറക്കിയിട്ട് നമ്മളുടെ ബോഡിയുടെ ഉള്ളിലെ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പ്. വേറൊന്നുണ്ട് എൻഡ്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും വായിലൂടെ തന്നെ കടത്തി ചെയ്യുന്നതാണ്. പക്ഷെ അത് അനസ്തീഷ്യ ഒക്കെ ചെയ്തിട്ട് എൻഡ്രോസ്കോപ്പി ചെയ്യുന്നത്. അപ്പൊ അത് ഒത്തിരി മൈന്യൂട്ടായ സ്ഥലങ്ങളിലേക്കൊക്കെ അതിന് ഇറങ്ങി ചെല്ലാൻ പറ്റും. ക്യാമറ ഉണ്ടാവും, ചെറിയൊരു ക്യാമറയും ഒരു ഡിവൈസ് ഒക്കെ ആയിട്ട് അതിങ്ങനെ പോകും. 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അത്രയും നേരം നമുക്ക് വാ തുറന്ന്, എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ തന്നെ 5 minutes ആ വാ തുറന്നിരിക്കണം. അത് തന്നെ ബുദ്ധിമുട്ടാകും. അനസ്തീഷ്യ കൊടുത്തിട്ടായിരിക്കും പേഷ്യന്റിനെ എൻഡ്രോസ്കോപ്പിക്ക് കയറ്റുന്നത്. എൻഡ്രോ ആണ് അത്, മറ്റേത് എൻഡോസ്കോപ്പി. ഒരു 5 minutes-നുള്ളിൽ കഴിയും. സ്കോപ്പി, എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസ്, എൻഡോസ്കോപ്പി. നെക്സ്റ്റ് സിസ് നമ്മൾ പറഞ്ഞല്ലോ, പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി OSIs പറഞ്ഞു. പിന്നെ ടാക്സിസ്. ടാക്സിസ് ഓർഡർ, ആ ഒരു മീനിങ്. ട്രോഫിക് റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ, ഗ്രോത്ത്, ഇതൊക്കെയാണ് ട്രോഫിക് എന്ന് പറയുന്നത്. ഹൈപ്പർ ട്രോഫിക് എന്ന് പറഞ്ഞാൽ മസിൽസിന്റെ എൻലാർജ്മെന്റ്. ചില ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഇല്ലേ, ഒരു ബോഡി ബിൽഡിംഗ് ഫുഡ്, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അവരുടെ മസിൽസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആക്കും. ഭയങ്കര സാധാരണയുള്ള ആൾക്കാരെക്കാളും അവരുടെ മസിൽസ്, ഈ ബൈസെപ്സ് ഒക്കെ ഭയങ്കര വലുതായിരിക്കും അല്ലെ. അപ്പൊ മസിൽസിന്റെ എൻലാർജ്മെന്റ് ആണ് ഹൈപ്പർ ട്രോഫി എന്ന് പറയുന്നത്. ഹൈപ്പർ കൂടിയതാന്ന് നമുക്കറിയാം, ട്രോഫി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത്. അപ്പൊ ഹൈപ്പർ ട്രോഫി എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ. യൂറിയ, relating to a substance in the urine or the conditions or indicators. ചിലപ്പോൾ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് യൂറിയയുടെ അളവ് നോക്കും, ഒക്കെ ചെയ്യില്ല, എന്തെങ്കിലും അസുഖത്തിന്റെ പ്രശ്നമുണ്ടോ. എക്സാമ്പിൾ അനൂറിയ, ദ ആബ്സെൻസ് ഓഫ് യൂറിൻ പ്രൊഡക്ഷൻ. അനൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ ഇല്ലാത്ത ഒരു അവസ്ഥ, ആബ്സെൻസ് ഓഫ് യൂറിൻ പ്രൊഡക്ഷൻ. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത നമുക്ക് പ്രിഫിക്സും സഫിക്സും ഈ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അത് കോമൺ റൂട്ട് വേർഡ്സ് ആണ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ്. റൂട്ട് വേർഡ് ആണ് നമ്മൾ പറഞ്ഞ ഒരു മെഡിക്കൽ ടേമില് മെയിൻ ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ്. പലപ്പോഴും റൂട്ട് വേർഡിന്റെ കൂടെ പ്രിഫിക്സും സഫിക്സും ചേർക്കും, റൂട്ട് വേർഡ് അല്ലാതെ തന്നെ യൂസ് ചെയ്യും. അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞു. ഈ ലിങ്ക് ഷെയർ ചെയ്യും. പിന്നെ അബ്രിവേഷന്റെ ലിങ്കും ഉണ്ട്, ഈ രണ്ടെണ്ണം ഷെയർ ചെയ്യാം. നമുക്കിപ്പോ റൂട്ട് വേർഡ് ആണ് അക്വ. അക്വ എന്ന് ഹിയർ കേക്ക്. അടി ഫാറ്റ്. ആൽബ് എന്ന് പറഞ്ഞാൽ വൈറ്റ്. ഓക്കെ, പിന്നെ ആൽജിസ് എന്ന പെയിൻ.
ആൻഡ്ര വരുന്ന മെയിൽസിനെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആൻഡ്ര. അയോട്ട ലാർജ് ആർട്ടറി ആണ്, എക്സൈറ്റിംഗ് ഫ്രം ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലാർജ് ആർട്ടറി ആണ് അയോട്ട എന്ന് പറയുന്നത്. അക്വ വാട്ടർ. Asphyxia, lack of oxygen or excess of carbon dioxide in the body that results in unconsciousness. നമ്മളുടെ ബ്രീത്തിങ് നോർമൽ അല്ലാതെ വരുമ്പോ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഓക്സിജൻ ഇങ്ങനെ കൂടുതൽ ഫില്ലാകും, അത് ആവശ്യത്തിന് ബ്ലഡിലേക്ക് കലരാതെ വരും, അതാണ് ലങ്സിൽ അധികം ഭയങ്കരമായിട്ട് വരും ബോഡിയിലും. പിന്നെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകണം അല്ലെ, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകണം. മെറ്റബോളിസം നടക്കുമ്പോൾ കാർബൺ ബ്രേക്ക് ഡൗൺ ആയി കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകണം. ഈ പ്രോസസ് നടക്കാതെ വരുന്നു, അപ്പൊ ആ ബ്രീത്തിങ് അബ്നോർമൽ ആകുമ്പോൾ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിട്ട്. അതാണ് അസ്ഫിക്സിയ എന്നുള്ള കണ്ടീഷൻ. അസ്തൻ വീക്കം, ക്ഷീണിക്കുക. ഓഡി ടു ഹിയർ, കേൾക്കുക. ബ്രോങ്ക് നമ്മൾ കേട്ടിട്ടില്ലേ ഒരു അസുഖം, ബ്രോങ്കൈറ്റിസ്, നമ്മളുടെ ഈ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിൻ പൈപ്പ്, വിൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും കയറി ഇറങ്ങുന്ന വിൻ പൈപ്പ്. ബക്ക്, നമ്മുടെ ചീക്ക്. ഓക്കെ, പേഴ്സ, പൗച്ച് ഓർ സാക്ക്, സഞ്ചി പോലെ അല്ലെങ്കിൽ പൗച്ച് പോലത്തെ, അതാണ് മീൻ. കാലസ്, ഹാർഡ്, തിക് സ്കിൻ, ഓൾസോ എ മെഷർ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. അങ്ങനെയുള്ള കാലസ് എന്ന് പറയും. ഹാസ്, ക്യാൻസർ. കരോട്ടിഡ്, ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്, നെക്കിലുള്ള ഗ്രേറ്റ് ആർട്ടറീസ്. ഹാർപ്പസ്, നമ്മുടെ റിസ്റ്റ്, നമ്മുടെ വാച്ച് കിട്ടുന്ന ഭാഗമല്ലേ റിസ്റ്റ്. സെന്റ്, എ ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം 100 or 100, 100 എന്നൊക്കെ പറയില്ലേ സെന്റ്. സെന്റി, സെന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പങ്ക്ചർ, എന്തെങ്കിലും ഒരു ഹോൾ ഉണ്ടാക്കുക, പങ്ക്ചർ ചെയ്യുക. സില്ലിംഗ്, ഐലിഡ്, നമ്മുടെ കണ്ണിന്റെ ലിഡ്. പ്ലേറ്റ് അല്ലെങ്കിൽ ക്ലീഡോ എന്ന് പറയുന്നത് ക്ലെവിക്കിൾ. ക്ലെവിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളർ ബോൺ ഇല്ലേ, നമ്മുടെ കഴുത്തിലെ കോളർ ബോൺ എന്ന് പറയുന്നതാണ് ക്ലെവിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂബിറ്റസ്, എൽബോ, നമ്മുടെ ഈ ഒരു ഭാഗം എൽബോ. പിന്നെ സൈക്കിൾ, സർക്കിൾ ഓർ സൈക്കിൾ. ഡിജിറ്റ്, ഫിംഗർ ഓർ ടോ, നമ്മുടെ വിരലുകൾ അല്ലെങ്കിൽ കൈവിരൽ അല്ലെങ്കിൽ കാൽവിരൽ, അതാണ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇടി, എഡിമ എന്ന് പറയില്ലേ, സ്വെല്ലിംഗ്, നീര് വരിക, എഡിമ, ഇടി. അത് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. സ്വെല്ലിങ്ങിനോ എഡിമയ്ക്കോ ഒരു ഇടി ആണെന്നോ അങ്ങനെയൊക്കെ പറയും. എസ്തിസോ, റിലേറ്റിംഗ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ, ഒരു സെൻസ് ബോധം, അതാണ്. ആളുകൾക്ക് ചിലപ്പോ സെൻസ് ഇല്ലാതെ വരും, ചില പ്രൊസീജിയർ ഒക്കെ ചെയ്യും, ആ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയണതാണ് എസ്തിസോ. പെപ്പ് എന്ന് പറഞ്ഞാൽ ഫീവർ. ഫ്ലെക്സ്, ബെൻഡ്, ഫ്ലെക്സ് ബെൻഡ്. ഓക്കെ, ഫുറാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ്. അടുത്ത വീണ്ടും ഫ്ലക്സ് പറയുന്നുണ്ട്, അറിയാതെ വന്നായിരിക്കും. ആ രണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുക കേട്ടോ. 28, 29 റിപ്പീറ്റ് ചെയ്തതാണ്. കണ്ടോ, നമ്പറും സെയിം ആയിട്ടാണ് ഫ്രണ്ടിലെ. നമ്മൾ ഫ്രാക്ചർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ ബ്രേക്ക് ആവുക അല്ലെ. ജസ്റ്റ്, ക്യാരി, പ്രൊഡ്യൂസ്, കൺജഷൻ. നോ, നോ. Graph, something written or recorded. Graph, write or record. Humerus, the bone in the upper arm. The upper arm illa bone ആണ് humerus എന്ന് പറയുന്നത്. Idi, different or distinct. അയഡോ എന്ന് പറയുന്ന അയഡിൻ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ പോലത്തെയാണ് അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാക്ട്, മിൽക്ക്. ലിങ്ക്, ടക്ക്, പെൻ, മൊക്കൽ, ഐ, ഓഫ്, എഗ്. ഓവം ഇല്ലേ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന എഗ്ഗാണ് ഓവം എന്ന് പറയുന്നത്. പാൽപേറ്റ്, ടച്ച് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യുക, പരിശോധിക്കുന്നത്. ഡോക്ടേഴ്സ് ചില സമയത്ത് വയറിലൊക്കെ നെക്കിയൊക്കെ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറില്ല. കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറ്. ഇൻസ്പെക്ട് ബൈ ടച്ച്. പെറ്റ്, പീഡിയാട്രീഷ്യൻ എന്ന് വരുന്നതിലെ ചൈൽഡ്, ഫുഡ്. പെർപ്പസ്, സ്ട്രൈക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യുക. ചില ആൾക്കാർക്ക് പെയിൻ കൊടുത്ത് നോക്കൂ അല്ലെ, അല്ലെങ്കിൽ മുട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്യാമറ പോലുള്ള സാധനം കൊണ്ടെങ്കിലും സ്ട്രൈക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എവിടെയെങ്കിലും ജോയിന്റ് പെയിൻ ആണെന്ന് പറയുമ്പോൾ
അല്ലെങ്കിൽ ഒരു ആള് കോൺഷ്യസ് അല്ല, അപ്പൊ പെയിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട് അറിയാൻ 10 തട്ടി നോക്കുന്നത്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ റിബ്, നമ്മുടെ ആ നെഞ്ചിൻ ബോർഡിന്റെ ഭാഗം അല്ലെങ്കിൽ സൈഡ്. ടോ ഫൂട്ടാണ്, നമ്മൾ ഫെഡ് ആൻഡ് ഫൂട്ട് പറഞ്ഞു. സലൈവ. ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ. റേഡിയസ് എന്ന് പറഞ്ഞാൽ 4 ആം ബോൺ ഓൺ ദ തം സൈഡ്. നമ്മുടെ തം സൈഡിലുള്ള 4 ആമിന്റെ ബോണിനെയാണ് ഈ റേഡിയസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഇങ്ങനെ സർക്കിൾ വരച്ച് ഒരു ലൈൻ വരയ്ക്കില്ലേ, അതും റേഡിയസ്. കിഡ്നി, റെനോ എന്നൊക്കെ പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആണ്. റെറ്റിന നമ്മളറിയാം കണ്ണിന്റെ ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് ദി ഐ. സംഘം എന്ന് പറയുന്നത് ബ്ലഡ്. സെപ്പം, ഫാറ്റി സെക്രീഷൻ, നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരം ഫാറ്റി സെക്രീഷൻ ആണ് സെപ്പം എന്ന് പറയുന്നത്. സെപ്പം ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിൽ അത് കൂടുമ്പോഴാണ് ഇങ്ങനെ കുരുവൊക്കെ വരുന്നത് അല്ലെ. സെക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക. സെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡില് പല അണുക്കളും ടോക്സിൻസും അതിന്റെയൊക്കെ പ്രസൻസ്, ടോക്സിക് കണ്ടീഷൻ, അങ്ങനെയുള്ളത് കാരണം നമുക്ക് ഉണ്ടാകുന്ന ഒരു ടോക്സിക് കണ്ടീഷൻ, അതാണ് സെപ്സിസ്. സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾ ഡിവൈഡർ, അല്ലെങ്കിൽ 7 എന്നുള്ള നമ്പറിനെ കാണിക്കാനും സെപ്റ്റ് യൂസ് ചെയ്യും. സെറം, ബോഡിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ഉൾപ്പെടെയുള്ള ഒരു ബോഡി ഫ്ലൂയിഡ് ആണ് സെറം എന്ന് പറയുന്നത്. സൈനസ്, ക്യാവിറ്റി, ചാനൽ, ഹോളോ സ്പേസ്, അതൊക്കെയാണ് സൈനസ്. സോം അല്ലെങ്കിൽ സൊമ എന്ന് പറയുന്നത് ബോഡി, സ്പെർ, കോയിൽ, സ്റ്റേസിസ്, സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദി നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്. സ്റ്റേസിസ്, അതിനെ സ്റ്റോപ്പ് ചെയ്യുക, സാധാരണ ഉള്ള ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യുക, ബ്ലഡ് ഉൾപ്പെടെ. സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്. സ്റ്റേൺ അല്ലെങ്കിൽ സ്റ്റേണോ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ബോൺ, ബ്രസ്റ്റ് ബോണിനെയാണ് സ്റ്റേൺ അല്ലെങ്കിൽ സ്റ്റേണോ എന്ന് പറയുന്നത്. സ്റ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക് ഫോർ, ചെറിയൊരു ഹോൾ ഉണ്ടാക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിൻ വാൾ ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ ഓർ ഫീസസ്. യൂറിൻ അതുപോലെ തന്നെ മോഷനൊക്കെ പാസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഓപ്പണിംഗ്, അതാണ് സ്റ്റോമ എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നോർമലി അങ്ങനെ ആ ഒരു പ്രോസസ് നടക്കാതെ വരുന്ന ആളുകളിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണത്. ഒരു ടൈനി ഓപ്പണിംഗ് ഉണ്ടാക്കും, അതൊരു ബാഗുമായിട്ട് കണക്ട് ചെയ്യും, എന്നിട്ട് അതിലേക്ക് കളക്ട് ചെയ്യും. യൂറിൻ ആണെങ്കിലും ഫീസസ് ആണെങ്കിലും സ്റ്റൂൾ ആണെങ്കിലും മോഷനൊക്കെ ആണെങ്കിലും കളക്ട് ചെയ്തിട്ട് അങ്ങനെ അത് കളയും. നെക്സ്റ്റ് ടാക്ട്, ടച്ച്. ടെട്ര 4 നമ്പർ കാണിക്കുന്നു. ടോം, ഹട്ട്, ടോക്സിക്, പോയിസണസ് നമുക്കറിയാം. ട്രിക്ക്, എയർ, യൂറിൻ, വാരിക്കോസ് വെയിൻ അല്ലേ, അതാണ് വാരിക്. വെർട്ടിഗോ, വെർട്ടിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അനങ്ങുന്ന പോലെ തോന്നും. ആ ഒരു ഡിസോർഡർ ആണ് വെർട്ടിഗോ എന്ന് പറയുന്നത്. ഒരു മൂവി ഉണ്ട്, പഴയ ഒരു ക്ലാസിക് ഇംഗ്ലീഷ് മൂവി, വെർട്ടിഗോ. ഒരു ഡിസോർഡർ ആണ്, ഒരു വല്ലാത്തൊരു സെൻസേഷൻ. നമുക്ക് തോന്നും ആ മൂവിയാണ്. അപ്പൊ എന്റെ മുന്നിൽ ഇപ്പം ഒരു ബാഗ് ഇരിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് ഫീൽ ചെയ്യാം ബാഗ് ഇങ്ങനെ അനങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ അതിങ്ങനെ വീഴാൻ പോകുന്ന പോലെയൊക്കെ. അപ്പൊ ആ ഒരു ഫീലാണ് ഇത്തരം ഫോബിയ പോലെ. ഇന്റേണൽ ഓർഗൻസ്. വിസ്കസ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി, ഒട്ടുന്ന പോലത്തെ. സെൻ, ഫോറിൻ ഓർ മെറ്റീരിയൽ. സർ, ഡ്രൈ. നെക്സ്റ്റ് അബ്രിവേഷൻ. നിങ്ങൾക്ക് സഫിക്സിന്റെ പ്രിഫിക്സിന്റെ ഒരുമിച്ചാണ് ലിങ്ക്. അബ്രിവേഷന്റെ കോമൺ മെഡിക്കൽ അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്കും കൂടി ഉണ്ട്. രണ്ടും ഞാൻ അയച്ചിട്ടേക്കാം. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇത് തീർന്ന അടുത്ത ചാപ്റ്റർ മെഡിക്കൽ എക്യുപ്മെന്റ്സ് തുടങ്ങാന്നാണ്, പക്ഷെ തീർന്നില്ല. അബ്രിവേഷൻ കുറേ ഉണ്ട്. അബ്രിവേഷൻ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, ഈ ഒരു സാധനത്തിന് അത് പഠിക്കുക, അത്രയേ ഉള്ളൂ. എ ആൻഡ് ബി, അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഓക്കെ, ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആണ് രണ്ടും. ഫിസിയോളജി ആണ്, സൈക്കോളജി അല്ല. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം റിലേറ്റഡ്, സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് റിലേറ്റഡ്. ഓക്കെ, എ ബിഫോർ ഓൾറെഡി നമ്മുടെ പ്രൊഫിക്സിലൊക്കെ വന്നു. എ ഓഫ് ഈച്ച് യൂസ്ഡ് ഇൻ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുമ്പോൾ എഴുതുന്നതാണ് എ. ഓരോന്നും എത്ര എടുക്കുക ആ ഒരു മീനിങ്. എ ബി ഡി അബ്ഡോമൈൻ, എ ബി ജി ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്, എ സി ബിഫോർ മീൽസ്. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ തരില്ലേ. എ സി എൽ എസ് അഡ്വാൻസ്ഡ്
കാർഡിയ, ലൈഫ് സപ്പോർട്ട്. ഇത്രയും ഇങ്ങനെ നീട്ടി എഴുതുന്നതിന് പകരം അവർ യൂസ് ചെയ്യുന്ന അബ്രിവേഷൻസ് ആണിത്. AD, ലിപ്, as much as desired പറഞ്ഞിരിക്കുന്ന അത്രയും അല്ലെ. ADL, നമുക്കപ്പോ ഈ ഒരു 8 അബ്രിവേഷൻസ് വെച്ച് നിർത്താം. എന്തായാലും അബ്രിവേഷന്റെ ലിങ്കും ഞാൻ അയക്കാം. മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യണത്, അതുപോലെ തന്നെ സഫിക്സും പ്രിഫിക്സും അത് നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയും കേട്ടോ. ഓക്കെ.